ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബ്രെയിനി ബ്രൈറ്റ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ ഇത് ചെറിയൊരു ചാപ്റ്റർ ആണ്, ഇതേപോലെ ആവൂല അടുത്ത ചാപ്റ്റേഴ്സ് ഒന്നും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒരു ബേസ് ഉണ്ടാക്കി പോകാൻ നോക്കുക. പിന്നെ ഞാൻ പറയുമ്പോൾ ഞാൻ ഓരോ വേർഡ്സ് പറയുമ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. അത് നിങ്ങൾക്ക് ക്ലാസ്സിൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടാൻ ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പൊ എന്താണ് സസ്യങ്ങള്, ഇതിലെങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുക? നമ്മളെ ഭൂമിയിൽ ഒരുപാട് സൈസ്, അതേപോലെ ഒരുപാട് വെറൈറ്റി സസ്യങ്ങളുണ്ട്. അവരുടെ ഓരോ ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് ഈ ശ്വസന വേരുകള്, അതിലെ പൊയ്ക്കാൽ വേരുകള്, താങ്ങ് വേരുകള്, പിന്നെ സംഭരണ വേരുകള്, പിന്നെ എന്താണ് ഭൂകാണ്ഡങ്ങള്, ഇങ്ങനത്തെ ഒരുപാട് പുതിയ പുതിയ വേർഡ്സ് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ കോഡിലൂടെയും കണക്ട് ഒക്കെ ചെയ്ത് നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യം ഞാൻ പറയുന്നത് എന്താണ് സസ്യങ്ങള്, സസ്യങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെയാണ്. സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ്, നമുക്ക് ആഹാരം നൽകുന്നുണ്ട്. അതേപോലെ നമ്മളെ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഓക്സിജന് അത് കൂടുതലും എവിടെ നിന്നാണ് കിട്ടുന്നത്? സസ്യങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് അല്ലെ. എങ്ങനെ സസ്യങ്ങളിൽ നിന്നും ഓക്സിജൻ നമുക്ക് കിട്ടുന്നത്? എല്ലാവരും പറയൂ എങ്ങനെയാണ്? പ്രകാശ സംശ്ലേഷണം വഴിയാണ്. നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ, ലൈവാണ്. അപ്പം എങ്ങനെയാണ് ഓക്സിജൻ നമുക്ക് കിട്ടുന്നത്? മനുഷ്യർക്ക് എന്തുണ്ട്? ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ ഉണ്ട് അല്ലെ. അപ്പൊ ഓക്സിജൻ ഓൾറെഡി നമ്മൾ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷെ കൂടുതലും ഈ ഓക്സിജൻ എങ്ങനെ ലഭിക്കുന്നേ? സസ്യങ്ങളുണ്ടല്ലോ, അവർക്ക് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മളെ അന്തരീക്ഷത്തിൽ എന്തുണ്ട്? ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡും ഒരുപാട് വാതകങ്ങളുണ്ട്. പക്ഷെ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ ഏത് വാതക വേണ്ടേ? കാർബൺ ഡൈ ഓക്സൈഡാ. PSC ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുട്ടോ എക്സാമിന്. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേ? സസ്യങ്ങൾ. അപ്പൊ എല്ലാരും എന്തേനി ഈ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ഒന്ന് കേൾക്കണേ. സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ പെടാത്തത് ഏതെന്നാ ചോദിച്ചത്. അപ്പൊ എന്തൊക്കെ കൊടുത്ത ഓപ്ഷന്? എല്ലാരും തന്നെ ഓപ്ഷൻ പറയും. ഒന്നാമത്തെ ഓപ്ഷനില് ഓക്സിജൻ ഉണ്ട്, രണ്ടാമത്തെ ഓപ്ഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മൂന്നാമത്തെ ഓപ്ഷനിൽ ജലമുണ്ട്. ഇതിൽ ഏതാണ് പെടാത്തത്? നിങ്ങളൊന്ന് പറയോ, ഏതാണ് പെടാത്തത്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജന്, ജലം. ഓക്സിജൻ ആണ്. കാരണം എന്താ? നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോ ഇതൊക്കെ സസ്യങ്ങൾക്ക് ആവശ്യമുള്ളതാണല്ലോ, ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കും അല്ലെ. പക്ഷേ നമുക്ക് സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാന്, അതായത് ആ ഒരു ഫസ്റ്റ് ഘട്ടത്തില് ആവശ്യമുള്ള വസ്തുക്കളാണ് എന്തൊക്കെ? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ലവണങ്ങളും ഒക്കെ അല്ലെ. പിന്നെ അതേപോലെ ഏതൊക്കെ വേണം? നമ്മളെ ഹരിതകവും വേണം. അങ്ങോട്ട് നോർത്തിരിക്കുക, ഹരിതകവും വേണം. നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റർ ഒന്നുകൂടി ഒരു റിവിഷൻ പോലെ എടുക്കുക കേട്ടോ. ഇതെല്ലാവർക്കും അറിയുന്ന ഓരോ പോയിന്റ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ്സ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് എടുത്തു പോണല്ലോ ഏതായാലും. അപ്പോ ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ലവണങ്ങളൊക്കെ വേണം. പക്ഷേ പ്രകാശ സംശ്ലേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ നമുക്ക് ഓക്സിജൻ ആവശ്യമില്ല. ഓക്സിജൻ ഇതിന്റെ എന്താണ്? പ്രൊഡക്ട്സ് ആണ് അല്ലെ. ഈ ഓക്സിജൻ ആണ് നമ്മള് മനുഷ്യര് ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത്. സെറ്റാണല്ലോ. പക്ഷെ ഈ ഓക്സിജൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ശ്വസിക്കുന്നത്. അങ്ങൂടി നോർത്തിരിക്കുക. അപ്പൊ സസ്യങ്ങൾ ശ്വസനം എല്ലാവർക്കും, ഭൂമിയിലുള്ള ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ശ്വസനം എന്നുള്ള ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, ഇല്ലേ? അപ്പൊ എല്ലാ വസ്തുക്കളും ശ്വസിക്കുന്നുണ്ട്. ജീവനുള്ള എല്ലാ വസ്തുക്കളും ശ്വസിക്കുന്നുണ്ട്. ശ്വസിക്കുന്നത് ഏത് വാതകം ഉപയോഗിച്ചാ? ഓക്സിജൻ ഉപയോഗിച്ചാണ്. അതും PSC ചോദിച്ചത്, ഒരു പ്രാവശ്യം PSC ചോദിച്ചതാണ്. സസ്യങ്ങളെ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ശ്വസനത്തിന് ഏതാണ്? ഓക്സിജനുമാണ്. നിങ്ങൾക്കറിയില്ലേ ഓക്സിജൻ ആണ് എന്നുള്ളത്? ഓക്സിജൻ ആണ്. ഇതുവരെ നിങ്ങൾക്ക് സെറ്റ് ആണോ? ഇത് ജസ്റ്റ് ഒരു ബേസ് ആണ്. ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എനി ഡൗട്ട്? എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ. ഓക്കെ, സെറ്റ് അല്ലേ? പിന്നെ നമുക്ക് ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ സെറ്റാക്കി ഇങ്ങ് പോവാട്ടോ. പിന്നെ അടുത്തത്, ഈ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് അല്ലെ, ഹരിതകം. അതേപോലെ ഹരിതഗണം. എന്താണ് ഇത്? ഇതാരെ കണ്ടുപിടിച്ചേ? ആർക്കെങ്കിലും അറിയോ ഹരിതകം കണ്ടുപിടിച്ച ആരാന്ന്? ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണേ. ആരാണ് ഹരിതകം കണ്ടുപിടിച്ചേ? വേഗം പറയൂ, അറിയുന്നവരൊന്ന് പറയൂ, വേഗം പറ. അറിയില്ലെങ്കിൽ നോന്ന് പറയാം, പാസ് പറയാം, എനിക്ക് പെട്ടെന്ന് അറിയാലോ. ഒരു ഇൻട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ആർക്കെങ്കിലും അറിയോ ഹരിതകം കണ്ടുപിടിച്ച ആരാന്ന്? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. എല്ലാവരും ഒന്ന് റിയാക്ട് ചെയ്യും, ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾ ഇങ്ങനെ ഫ്രീ മൈൻഡ് ആയിട്ട് ഇരിക്കണം.
നിങ്ങളിവിടെ പഠിക്കാൻ വന്നോരാ. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ്സ് ഉണ്ടാവും. അതിനല്ലേ ഞാനും വന്നിരിക്കുന്നേ. അപ്പം എനിക്കറിയാത്തത് നിങ്ങളും പറഞ്ഞുതരാ, നിങ്ങൾക്കറിയാത്തത് ഞാനും പറഞ്ഞുതരും. അങ്ങനെ നമുക്ക് ഇങ്ങനെ കമ്പൈൻ സ്റ്റഡി പോലെ പോവാണ്. അതുകൊണ്ട് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. ഷിൽജിത പറഞ്ഞിട്ടുണ്ട്. കാരണം ഷിൽജ നമ്മളെ ആദ്യത്തെ ബാച്ചിൽ ഉണ്ടായിരുന്നു. അവൾക്ക് പറയും ഓർമ്മ ഉണ്ടാവും. PJ പെൽപ്പർട്ടീസ് ആണ്. കറക്റ്റ് ആണ്. ഷിൽജക്ക് എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കി. അപ്പൊ PJ പെൽപ്പർട്ടീസ്. ഒന്നുകൂടി പറയാം. PJ പെൽപ്പർട്ടീസ് എന്നാണ് കേട്ടോ അദ്ദേഹത്തിന്റെ പേര്. ഹരിതകം കണ്ടുപിടിച്ച ആളെ പേരെന്താണ്? PJ പെൽപ്പർട്ടീസ്. ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാരും നോക്കി വെക്കുക. PJ പെൽപ്പർട്ടീസ് കിട്ടിയല്ലോ. ഒരാൾ ടൈപ്പ് ചെയ്യൂ. എല്ലാരും ടൈപ്പ് ചെയ്യൂ കേട്ടോ. സെറ്റ് ആയില്ല. ഇപ്പൊ തന്നെ പഠിച്ചു പോവാ. PJ പെൽപ്പർട്ടീസ് ആണ് എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്? ഹരിതകം കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം ഈ ഹരിതകം എന്തിനാ യൂസ് ചെയ്യുന്നത്? പ്രകാശ സംശ്ലേഷണത്തിനാണ്. PJ പെൽപ്പർട്ടീസ് ആണ് ഹരിതകം കണ്ടുപിടിച്ചിട്ടുള്ളത്. PJ പെൽപ്പർട്ടീസ്. പഠിച്ചു പോവാ, കൂടെ പഠിച്ചു പോവാ. ഇതൊരു ക്ലാസ് അല്ല, നിങ്ങൾ കൂടെ പഠിച്ചു പോവാണ്. ഓരോ ടൈം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഇപ്പൊ പഠിക്കുന്നത്, ഇപ്പൊ എടുക്കുന്നത് ഇപ്പൊ തന്നെ പഠിച്ചു പോവാ. അപ്പൊ എന്താ പ്രകാശ സംശ്ലേഷണം? ഫോട്ടോസിന്തസിസ് എന്നാണ് പ്രകാശ സംശ്ലേഷണത്തിന് പറയാ. അതായത് നമ്മളെ സസ്യങ്ങളുണ്ട്. സസ്യങ്ങൾ എന്ത് ചെയ്യും? അവരുടെ വേരുകളിലൂടെ വെള്ളമൊക്കെ വലിച്ചെടുത്ത്, അതേപോലെ ലവണങ്ങൾ വലിച്ചെടുത്ത്, പിന്നെന്താണ് നമ്മളെ സസ്യങ്ങളിൽ ഇലകളുണ്ടല്ലോ, ആ ഇലകളിൽ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളുണ്ട്. ആ സുഷിരങ്ങളെ പറയുന്ന പേരെന്താ? വേഗം പറയൂ. സസ്യങ്ങളില് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളുണ്ട്. ആ സുഷിരങ്ങളിലൂടെ ഇവരെന്ത് ചെയ്യും? നമ്മളെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ആസ്യരന്ധ്രങ്ങൾ. എല്ലാരും മൈക്കൊന്ന് ഓഫ് ചെയ്യണേ. ആരോ ഒരു മൈക്ക്. ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ എന്ത് പറയും? ആസ്യരന്ധ്രങ്ങൾക്ക് പറയുന്ന ഇതെന്താ ഇംഗ്ലീഷ് എന്താ? വേഗം പറയൂ. ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ എന്ത് പറയും? സ്റ്റൊമാറ്റ. കറക്റ്റ് ആണ്. അപ്പൊ ഈ സ്റ്റൊമാറ്റയിലൂടെ എന്ത് ചെയ്യും? കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കും. പിന്നെ വേരുകളിലൂടെ ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് ഇവരെന്ത് ചെയ്യും? ഇവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കും. ആഹാരം പാകം ചെയ്യും. ഹരിതകത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. ഹരിതകം എന്നുള്ള ഹരിതഗണം ഉണ്ട്, ഹരിതകം ഉണ്ട്. ഹരിതകം എന്ന് പറയുന്നത് എന്താ? ഇതിനുള്ള ഒരു വർണ്ണ വസ്തുവാണ്. ഹരിതഗണത്തിൽ വെച്ചിട്ടാണ് ഇത് ആഹാരം പാകം ചെയ്യുന്നത്. നിങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ ഇതെല്ലാം നിർമ്മിക്കുന്ന ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഇവർക്ക് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാ. അതും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം. പ്രകാശ സംശ്ലേഷണം എന്ന് കൊടുത്തിട്ട് ആഹാരം അതേപോലെ ശ്വസനം എന്ന് കൊടുക്കും. അപ്പൊ നിങ്ങൾ ആഹാരം എന്നുള്ള തന്നെ കുത്തണം, തെറ്റിപ്പോവരുത്. സെറ്റാണല്ലോ. പിന്നെ അതേപോലെ ഇത് നടക്കണമെങ്കിൽ ഹരിതകം എന്ന വർണ്ണവസ്തു വേണമെന്ന് ഇമ്പോർട്ടന്റ് ആണ്. ഹരിതകം ഇല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കൂല. അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണം. എന്താണ് ഹരിതകം എന്നുള്ളത്? എന്താ? ഒരു വർണ്ണ വസ്തുവാണ്. ഹരിതഗണം എന്നുള്ള അടുക്കളയിൽ വെച്ചിട്ടാണ് ഇത് നടക്കുക. ഹരിതകം എന്നുള്ളത് എന്താണ്? ഒരു വർണ്ണ വസ്തുവാണ്. അങ്ങൂടി ഓർത്തിരിക്കണേ. അതേപോലെ ഇതിന്റെ ഉൽപ്പന്നം എന്തൊക്കെ? അങ്ങോട്ട് ഒന്ന് പറയൂ. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ്. പിന്നെന്താ? ഗ്ലൂക്കോസിന്റെ തന്മാത്രാവാക്യം എന്താ? വേഗം പറയൂ. എല്ലാവർക്കും ഗ്ലൂക്കോസ് എന്നറിയാം. അതിന്റെ തന്മാത്രാവാക്യാണ് PSC ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാത്ത ഓരോ പോയിന്റ്സ് ഉണ്ട് അല്ലേ? C2H2O. എന്താണ്? C2H2O അല്ലെങ്കിൽ എന്ത് പറയും? C6 കറക്റ്റ് ആണ് കേട്ടോ. അത് അതിന് വലിയ ഫോർമാറ്റ് ആണ്. നമ്മൾ ഓക്സിജൻ എന്നുണ്ടാവുന്നുണ്ട്. പിന്നെന്താണ്? C6H12O6 കറക്റ്റ് ആണ്. ഞാൻ അതിന്റെ ചെറിയ തന്മാത്രവാക്യാണ് കേട്ടോ പറഞ്ഞത്. C6H12O6 കറക്റ്റ് ആണ്. C6H12O6 എന്താണ്? ഗ്ലൂക്കോസിന്റെ തന്മാത്രവാക്യമാണ്. അതേപോലെ ഇതിന്റെ കൂടെ എന്തുണ്ടാവുന്നുണ്ട്? വെള്ളം ഉണ്ടാവുന്നുണ്ട്. വെള്ളം ഉണ്ടാവുന്നില്ലേ? അതായത് ഇപ്പൊ നമ്മളെ ഇല എടുക്കാണ്. ഒരു ലീഫ് എടുക്കുമ്പോ ഇപ്പൊ നമ്മൾ പ്രകാശ സംശ്ലേഷണം എടുക്കുമ്പോൾ നമ്മൾ ചെറിയൊരു ഏതെങ്കിലും ഒരു ചെമ്പരത്തിന്റെ ഇലയോ എന്തെങ്കിലും എടുക്കണം. അപ്പൊ അതിൽ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളിലൂടെയാണ് എന്തൊക്കെയാ മുകളിലോട്ട് പോകുന്നത്? ജലതന്മാത്രകൾ മുകളിലോട്ട് പോകുന്നുണ്ട്. എന്താണ്? ജലതന്മാത്രകള് നമ്മൾ കാണാറില്ലേ? ഈ ഇലന്റെ മുകളിലൊക്കെ ചെറിയൊരു നനവൊക്കെ. അതൊക്കെ എന്താണ്? ഇവർ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഉണ്ടല്ലോ, അതില് ജലം പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ ചെറിയ ജലകണികകളാണ് മുകളിൽ നിൽക്കുന്നത്. അതും കൂടി ഓർത്തിരിക്കുക. അതും സ്റ്റൊമാറ്റിന്റെ പുറത്തൂടെയാണ് വരുന്നത്.
ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ ജലതന്മാത്രകളും വരുന്നുണ്ട്. അതാണ് H2O. അപ്പം പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ H2O ഉണ്ട്, പിന്നെ C6, H12O6. അത് നമ്മൾ ഓക്സിജൻ പിന്നെ ഗ്ലൂക്കോസ് ആണ്. പിന്നെ അതേപോലെ ഓക്സിജനും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും പ്രൊഡക്റ്റ് കിട്ടിയല്ലോ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ. ഇത് നല്ല അറിയുന്നവർ വിചാരിക്കും എന്തിനാ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ക്ഷമിക്കാട്ടോ. ഒരു 2 ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ നല്ല സ്പീഡ് ആവും. അപ്പൊ നിങ്ങൾ പറയും ഇത്ര സ്പീഡ് വേണ്ടില്ല ഇനി. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ആർക്കും കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈ ആസിരന്ധ്രമൊക്കെ നമ്മൾ എങ്ങനെ കാണുക? ആസിരന്ധ്രമൊക്കെ എങ്ങനെ കാണും? നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാട്ടോ. ആസിരന്ധ്രം നമുക്ക് എന്താണ് കണ്ണിലൂടെ, അതായത് വളരെ സൂക്ഷ്മ കണികകളായിട്ടുള്ള ചെറിയ സുഷിരങ്ങളായതുകൊണ്ട് നമുക്ക് കണ്ണിലൂടെ നേരിട്ട് കാണാൻ പറ്റൂല. നമുക്ക് എന്താണ് മൈക്രോസ്കോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. സെറ്റാണല്ലോ. അതേപോലെ ഈ ആസിരന്ധ്രം, അതായത് സ്റ്റൊമാറ്റ, ആ സുഷിരം, അതിലൂടെയാണ് എന്ത് നടക്കുന്നത്? വാതക വിനിമയം നടക്കുന്നത്. അങ്ങോട്ട് ഓർത്തിരിക്കുക, വാതക വിനിമയം നടക്കുന്നതും ഏതിലൂടെയാണ്? ഈ ഒരു സ്റ്റൊമാറ്റ ആസിരന്ധ്രത്തിലൂടെയാണ്. മറന്നു പോവരുതേ, ഇമ്പോർട്ടന്റ് ആണ്, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, സെറ്റ് ആണല്ലോ. ഈ ഹരിതകത്തിന് പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താ? കാരണം നമ്മൾ ഏത് എക്സാമിന് പഠിക്കുന്നത്? LDC, LP, UP, LGSനൊക്കെ. അപ്പൊ നമ്മൾ ഒരിക്കലും എന്താണ് വളരെ താഴ്ന്ന ലെവലിൽ പഠിക്കരുത്. SCRTയിലുള്ള ഓരോ പോയിന്റ് നമുക്ക് കിട്ടണം. ക്ലോറോഫിൽ ആണ് കേട്ടോ. അപ്പൊ ഹരിതകത്തിന് പറയുന്ന പേരാണ് ക്ലോറോഫില്ല്. ഇംഗ്ലീഷിൽ പറയുന്ന എന്താണ്? ക്ലോറോഫില്ല്. ഹരിതകം എന്ന് പറഞ്ഞാൽ ക്ലോറോഫില്ലാണ്. അതെന്താണ്? ഒരു വർണ്ണവസ്തുവാണ്. ആ വർണ്ണവസ്തു ഉണ്ടായ ഏത് കളറാണ് ഉണ്ടാവുക? ഗ്രീൻ കളറാണ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. സെറ്റ് അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും ഒക്കെ പല നിറങ്ങളുണ്ടല്ലോ. അപ്പൊ ഇവർക്കൊക്കെ ആരാ ചാപ്റ്റർ ഏതാന്നാ? 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇലകളുണ്ട്, അതുപോലെ തണ്ടുകളുണ്ട്, പൂക്കളുണ്ട്, ഇവർക്കൊക്കെ ആരാ നിറം നൽകുന്നേ? ഇവർക്കൊക്കെ ആരാണ് നിറം നൽകുന്നത്? തണ്ടുകള്, പൂക്കള്, ഇലകള്. ക്ലോറോഫിൽ നൽകുന്നുണ്ട്. അതേപോലെ ആരൊക്കെയാണ്? ക്ലോറോഫിൽ, അതായത് നിങ്ങൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ക് മാത്രല്ലല്ലോ പച്ച കളറുള്ളത്, തണ്ടിന് പച്ച കളറുണ്ട്. അതേപോലെ അതിന്റെ വേരിന്, ചില വേരിനൊക്കെ ഉണ്ടാവില്ലേ ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ. അപ്പൊ ഇതൊക്കെ എങ്ങനെ ചോദിക്കും? അപ്പൊ എന്താണ് ഹരിതകം എന്ന് പറഞ്ഞാല് ഇലകളിലെ തണ്ടിലും, അതേപോലെ എന്താണ് ഇവരെ സ്റ്റെമ്മ്, റൂട്ടിന്റെ ചില ഭാഗങ്ങളിലൊക്കെ കാണപ്പെടും. പക്ഷെ ഇലകളിലാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണപ്പെടുന്നത്? ക്ലോറോഫിൽ കാണപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവിടെ വെച്ചിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നതെന്നൊക്കെ. അതേപോലെ നമ്മളെ ചില ഇലകൾക്ക് എന്താണ് പല കളർ ഉണ്ടാവും അല്ലെ? ചുവപ്പ്, മഞ്ഞ ഒക്കെ ഉണ്ടാവും. ചുവപ്പാണെങ്കിൽ ഏത് വർണ്ണവസ്തുവാ? ചുവപ്പ് ഇലയാണെങ്കിൽ ഏത് വർണ്ണവസ്തുവാണ്? ഏതാ? ആന്തോസയാനിൻ ആണ്. ഏതാണ്? ആന്തോസയാനിൻ ആണ്. ചുവപ്പ് കളറാണ്. അതായത് ചില ചെടികളൊക്കെ നമ്മൾ കാണാൻ നല്ല രസമല്ലേ കാണാൻ, നല്ല ചുവപ്പ് കളറ്. അപ്പൊ അതിനെന്താണ്? ആന്തോസയാനിൻ എന്നുള്ള വർണ്ണവസ്തു അതിലുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും അതില് ഹരിതകല്ലേന്ന്. അവിടെയാണ് പോയിന്റ്. എന്താ പോയിന്റ്? ഹരിതകം അവിടെ പ്രസന്റ് ആണ്. പക്ഷെ എന്തല്ല, കൂടുതലും കാണപ്പെടുന്നത് ഈ ആന്തോസയാനിൻ എന്നുള്ള വർണ്ണവസ്തുവാണ്. അതുകൊണ്ടാണ് ആ ഇലകൾക്ക് എന്ത് കളർ വരാൻ കാരണം? ഒരു ചുവപ്പ് കളറ്, അല്ലെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കളറ് വരാൻ കാരണം. അപ്പൊ ഹരിതകം എന്താണ്? അവിടെ പ്രസന്റ് ആണ്. കാരണം എന്താ? ഹരിതകം ഉണ്ടെങ്കിലല്ലേ നമ്മളെ പ്രകാശ സംശ്ലേഷണം നടക്കുള്ളൂ. അത് ഓർത്തിരിക്കണം. അങ്ങനെ ചോദിക്കട്ടെ, ഒരു മഞ്ഞ ഓറഞ്ച് കളറാണെങ്കിൽ ഏതേക്കരം അവിടെ പ്രസന്റ് ആയിട്ടുള്ള വർണ്ണവസ്തു? മഞ്ഞയും ഓറഞ്ചും കലർന്നിട്ടുള്ള ഒരു ഇല ഉണ്ട്. ഏതാണ്? കരോട്ടിനാണ്. അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കുക, നമ്മളെ ക്യാരറ്റ് ഒക്കെ എന്ത് കളറാ? നല്ല ഓറഞ്ച് കളറാണോ? അല്ല. എന്താണ്? ഓറഞ്ചും മഞ്ഞയും കൂടിയതല്ലേ നമ്മളെ ക്യാരറ്റ് ഒക്കെ നമ്മൾ വാങ്ങുന്നേ. നല്ല രസമല്ലേ കാണാന്? അപ്പൊ അതെന്താണ്? കരോട്ടിൻ. അങ്ങനെ കണക്ട് ചെയ്യല്ലോ. 3 പോയിന്റ് കിട്ടിയില്ലേ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടി. അമ്മ ഞാൻ ചോദിക്കട്ടെ, ഈ സസ്യങ്ങളില് രാത്രി ശ്വസനം നടക്കുന്നുണ്ടോ? രാത്രി സംശ്ലേഷണം നടക്കുന്നുണ്ടോ? എന്താ നിങ്ങളൊരു അഭിപ്രായം? രാത്രി പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടോ? രാത്രി പ്രകാശ സംശ്ലേഷണം. ആ
സാൻഡോഫില് ഞാൻ പറഞ്ഞില്ലേ അല്ലെ, ഞാൻ വിട്ടുപോയതാട്ടോ. സാൻഡോഫില് നമ്മളെ സാന്തൽ എന്നൊക്കെ പറഞ്ഞ നമ്മൾ മഞ്ഞൾ എന്നൊക്കെ പറയില്ലേ, അപ്പൊ സാൻഡോഫിൽ എന്താ യെല്ലോ കളറാണ് കേട്ടോ. സാൻഡോഫില് യെല്ലോ കളറ്, കരോട്ടിൻ ഓറഞ്ച്, ആന്തോസയാനിൻ റെഡ്. ഓക്കെ. സാൻഡോഫിൽ എന്താണ് യെല്ലോ, യെല്ലോ കളറാണെന്ന് ഓർത്ത് വെച്ചൂടെ. സാൻഡോഫില് ഇപ്പൊ കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചത് രാത്രി എന്താണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല, കാരണം എന്താ രാത്രി പ്രകാശ സംശ്ലേഷണം നടക്കാത്ത? അവിടെ സൂര്യനില്ല, നമ്മളെ സൂര്യേട്ടൻ ഇല്ല അല്ലെ. സൂര്യേട്ടൻ എന്താണ് ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അല്ലെ. സൂര്യപ്രകാശത്തിൽ മാത്രാണ് എന്ത് നടക്കുക, പ്രകാശ സംശ്ലേഷണം നടക്കുക. സെറ്റാണല്ലോ. അപ്പൊ അവിടെ സൂര്യൻ ഇല്ലാത്തതുകൊണ്ടാണ് രാത്രി എന്ത് നടക്കാത്തത്, പ്രകാശ സംശ്ലേഷണം നടക്കാത്തത്. അപ്പൊ നിങ്ങൾ ചോദിക്കും അപ്പൊ അവർക്കുള്ള ഫുഡൊക്കെ എവിടെയാണ്? അതാണ് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതാണ് ഇവർ രാത്രിയും എന്ത് ചെയ്യുന്നത്, അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ജലം ലവണമൊക്കെ ഇവർ രാവിലെ ഒക്കെ വലിച്ചെടുത്തിട്ടുണ്ടാവുമല്ലോ, അതൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ആ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് ക്വസ്റ്റ്യന്, ഇവരെ ശ്വസനം നടക്കുന്നുണ്ടോ രാത്രി? രാത്രി ശ്വസനം നടക്കുന്നുണ്ടോ? വേഗം പറയൂ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൽ, അതാണ് ശ്വസനം നടക്കുന്നുണ്ട്. ഏതൊരു ജീവി ആവട്ടെ രാത്രി പകലൊന്നൊന്നുമില്ല, ഇവർക്ക് എന്തുണ്ട്, ബ്രീത്തിങ് ഉണ്ട്, ശ്വസനമുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, നമ്മളെ റൂമിന്റെ ഉള്ളിലൊന്നും എന്ത് വെക്കരുത്, ഈ ഇലകളുള്ള, അതായത് ചെടികൾ വെക്കരുത് എന്ന് പറഞ്ഞ. പ്ലാന്റ്സ് കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, നല്ല ഭംഗിക്കും വേണ്ടിയിട്ട് കുറെ ചെടിയൊക്കെ വെക്കും. പക്ഷെ രാത്രി എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെ കയറും. കാരണം എന്താ, ഈ രാവിലെ വരെന്ത് ചെയ്യും, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉപയോഗിച്ചിട്ട് ശ്വസനം നടത്തും. പിന്നെ അതേപോലെ ശ്വസനത്തിന് ഇവർക്ക് മെയിനായിട്ട് വേണ്ടത് എന്താ, സസ്യങ്ങൾക്ക് ശ്വസനത്തിന് മെയിൻ ആയിട്ട് വേണ്ടത് ഓക്സിജനാ. ഏതൊരു വസ്തുവാണെങ്കിലും ശ്വസനം ചെയ്യുകയാണെങ്കിൽ ഓക്സിജൻ വേണം. അപ്പൊ ഈ റൂമിന്റെ ഉള്ളിൽ നമ്മളെ ഓൾറെഡി കുറെ ഓക്സിജൻ വലിച്ചു കയറ്റുന്നുണ്ട്. അതിന്റെ പുറമെ ഈ സസ്യങ്ങൾക്കും കൂടി ഉള്ള ഓക്സിജൻ അവിടെ ഉണ്ടാവില്ല. അപ്പൊ എന്താ, നമുക്ക് അത് കേടാണ്. ഹ്യൂമൻ ബീങ്സിന് എന്താണ്, അത് കേടാണ്. പിന്നെ ഇവര് കാർബൺ ഡൈ ഓക്സൈഡും കാര്യങ്ങളൊക്കെ ഇവര് പുറത്തോട്ട് കാർബൺ ഡൈ ഓക്സൈഡാണ് ഇവര് പുറത്തോട്ട് വിടുക. കാരണം എന്താ, ശ്വസനവേളയിൽ ഓക്സിജൻ തന്നെയാണ് സസ്യങ്ങള് ശ്വസനവേളയിൽ ഓക്സിജൻ തന്നെയാണ് വലിച്ചെടുക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളെ ഓൾറെഡി നമ്മൾ കിടന്നുറങ്ങാണ്. അപ്പൊ നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡും പുറത്തേക്ക് വരും, സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും പുറത്തേക്ക് വരും. ഒന്നായിട്ട് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിനോട് ഒരു കളിക്കരം. ഓക്കെ, മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെടികൾ നട്ട് വളർത്തരുതെന്ന് പറയാൻ കാരണം. ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ? ഇനി അടുത്തതാണ്, നമ്മളെ സസ്യങ്ങൾ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഇവർക്ക് താമസിക്കാന്, അതേപോലെ ഇവർ എങ്ങനെയൊക്കെ ഭക്ഷണങ്ങൾ നിർമ്മിക്കുന്നത്, ആ ഒരു രീതിയിലാണ് ഇനി അടുത്ത് പറയുന്നത്. അപ്പൊ സസ്യങ്ങൾ താമസിക്കാൻ വേണ്ടിയിട്ട് മാത്രം, ഇത് ഓരോ സസ്യങ്ങളുണ്ട് ഇതില്. ഇപ്പൊ നമ്മളെ മരവായ, അതേപോലെ ഓർക്കിഡുകളൊക്കെ ഉണ്ടല്ലോ, ഓർക്കിഡൊക്കെ കണ്ടില്ലേ നിങ്ങള്, ഓർക്കിഡ്. അപ്പൊ ഈ ഓർക്കിഡൊക്കെ താമസിക്കാൻ വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ, അതായത് ഇവർക്ക് ഒറ്റക്ക് നിൽക്കാൻ കഴിയൂല, അപ്പൊ വേറെ ഏതെങ്കിലും സസ്യത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലോ എന്ത് ചെയ്യും, വളരും. അങ്ങനത്തെ സസ്യങ്ങളെ നമ്മൾ എന്ത് പറയുന്നത്, വേഗം പറയോ. അങ്ങനത്തെ സസ്യങ്ങളെയാണ് എന്ത് പറയുന്നത്, എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾ, ഒരു എപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന് ഓർത്തിരിക്കുക. എപ്പിഫൈറ്റുകൾ, ഓർക്കിഡ്, അതേപോലെ മരവായൊക്കെ എന്താണ്, ഇതിന് ഉദാഹരണമാണ്. നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? എപ്പിഫൈറ്റുകൾ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി, ഈ ടൈമിൽ എണീക്കാത്തോണ്ടാണോ? 12 പേരുള്ളൂ. 24 പേരില്ലേ? 30 പേരുണ്ടല്ലേ. എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾ കിട്ടിയല്ലോ. അപ്പൊ ഈ എപ്പിഫൈറ്റുകൾ എന്താ ചെയ്യുന്നേ, എപ്പിഫൈറ്റുകൾക്കുള്ള ഒരു ഇത് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്, ഒരു ഗുണം? അതായത് ഇവര് താമസിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മറ്റു ചെടികളെ ആശ്രയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനത്തെ ഒരു കാരണം? അതായത് ഇവർക്ക് അപ്പൊ ഭക്ഷണം ഒന്നും വേണ്ടേ? എന്താണ്, നമ്മൾ SCERT ഒരു പോയിന്റ് പറയുന്നുണ്ട്, ആർക്കെങ്കിലും അറിയോ? അതായത് ഈ എപ്പിഫൈറ്റുകൾക്ക് എന്തുണ്ട്, അന്തരീക്ഷത്തിൽ നിന്നും, അതായത് നമ്മൾ അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈർപ്പം വലിച്ചെടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇവർക്ക് മണ്ണിൽ വളരേണ്ട ആവശ്യമില്ല. കാരണം എന്താ, മണ്ണിന്ന് ഇവർക്ക് കിട്ടേണ്ടത് എന്താ, ജലം ലവണങ്ങളാ. അപ്പൊ ഇത് ബാക്കിയുള്ള ചെടിന്റെ മുകളിൽ വളരുമ്പോ ഇവർക്ക് മണ്ണിന്റെ ആവശ്യമില്ല. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ പിന്നെ ശരീരത്തിൽ, അതായത് ഇലകളിൽ കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളുണ്ട്, അത് നമ്മൾ ആസ്യരന്ധ്രങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ആസ്യരന്ധ്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാൻ പറ്റും. ഈ ഒരു സവിശേഷത കൊണ്ടാണ് ഇവരെന്തല്ല, അവർക്ക് മണ്ണില്ലെങ്കിലും വളരാൻ പറ്റും. കിട്ടിയോ? ഇവർക്ക് എന്താണ്, ഈർപ്പം അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണില്ലെങ്കിലും ഇവർക്ക് വളരാൻ പറ്റും. മണ്ണില്ലെങ്കിലും എപ്പിഫൈറ്റുകൾ എന്തുകൊണ്ട്
വളരുന്നു ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ആൻസർ കൊടുക്കണം? അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈർപ്പം വലിച്ചെടുക്കാൻ പറ്റും. സെറ്റല്ലേ? അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ മതി? ഇവർക്ക് ഇരിക്കാൻ ഒരു സ്ഥലം മതി. നമുക്കിപ്പോ നമ്മളെ വീട്ടിൽ നിന്ന് എന്താ, നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം അല്ലെ? പക്ഷെ എന്താണ്, നമുക്ക് കിടക്കണമെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് തന്നെ വരണം. അതാണ് നമ്മൾ ചിലപ്പോ എന്ത് പറയും, വീട്ടിലത്തെ ഒരു മരവായാണെന്ന് പറയുന്നുണ്ട് അല്ലെ? ഇടക്കിടക്ക് പറയില്ലേ? അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. മരവായ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് മരവായ, അതേപോലെ ഓർക്കിഡ്. കിട്ടിയല്ലോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയോ? എനി ഡൗട്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും സെറ്റ് അല്ലേ? ഇനി അടുത്തതാണ് പരാത സസ്യങ്ങൾ. പരാത സസ്യങ്ങൾ എന്ന് പറഞ്ഞാല് ഇത് നമ്മളായിട്ട് കണക്ട് ചെയ്യാം. നമ്മളെ സ്കൂളിലൊക്കെ പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോ പരാത സസ്യമൊക്കെ ആവലുണ്ട്. എന്താ ഇംഗ്ലീഷിൽ പറയാ പരാത സസ്യങ്ങൾക്ക്? പാരാസൈറ്റിക് പ്ലാന്റ്സ്. പാരാസൈറ്റിക് പ്ലാന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. പാരാസൈറ്റിക് പ്ലാന്റ്സ് എന്തൊക്കെയാണ് ഇതിന് ഉദാഹരണങ്ങള്? ഇത് പരാത സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിക്കും വേണം, അതേപോലെ എന്താണ്, നമ്മള് മറ്റുള്ള ഒരു ആഹാരത്തിനും വേണ്ടിയിട്ട് മറ്റു ജീവികളെ, മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന വിഭാഗം ചെടികളെയാണ്, പ്ലാന്റ്സിനെയാണ് പരാത സസ്യങ്ങൾ. പാരയാവുക, അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. എല്ലാവർക്കും ഒരു പാരയായിട്ട് ജീവിക്കാന്നൊക്കെ പറയില്ലേ? അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക. പരാത സസ്യങ്ങൾ എന്ന് പറഞ്ഞാല് പാരസൈറ്റിക് പ്ലാന്റ്സ് ആണ്. എക്സാമ്പിൾ ആണ് നമ്മളെ ഇത്തിൽ കണ്ണി, അതേപോലെ ഏതൊക്കെയാണ്, റെഫ്ലീഷ്യ, മൂടില്ലാത്ത ആളി. ഇതൊക്കെ എന്താണ്, നമ്മളെ പരാത സസ്യങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ നോട്ട് ഞാൻ വിട്ടുതന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ? ഗ്രൂപ്പിൽ കണ്ടില്ലേ? അപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം. ആതിഥേയ സസ്യം പറഞ്ഞാല് ഈറ്റങ്ങൾ ആരടുത്താണോ നിൽക്കുന്നത്, അതായത് ഇപ്പൊ നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത് എന്ത് ചെയ്യും, ലഞ്ച് ടൈം ആയാല് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് കഴിക്കും. അപ്പൊ നിങ്ങൾ എന്താണ്, ഒരു പരാത സസ്യമാണ്. അതേപോലെ ആതിഥേയ സസ്യം എന്ന് പറഞ്ഞാൽ ആരെടുത്താണോ അല്ലെങ്കിൽ ഇവര് എവിടെയാണോ ജീവിക്കുന്നത് ആ സസ്യത്തിനെയാണ് ആതിഥേയ സസ്യം എന്ന് പറയുന്നത്. എന്ത് സസ്യം? ആതിഥേയ സസ്യം. അപ്പൊ ഇതൊന്ന് കേൾക്കുമ്പോൾ അന്ന് വിട്ട് നിൽക്കരുത് കേട്ടോ. ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് ഏത്? അർദ്ധപരാതങ്ങൾ. അതായത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അർദ്ധാണല്ലോ, അർദ്ധം പറഞ്ഞാൽ പകുതി. അതായത് ഇവിടെ പകുതി മതി ഇവർക്ക്. സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? പ്രകാശം വേണം, ജലം വേണം, ലവണം വേണം, കാർബൺ ഡൈ ഓക്സൈഡും വേണം. കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ വേണം. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ഇവർ തൊട്ടടുത്ത് നിന്നുള്ള സസ്യങ്ങളിൽ ഇവർക്കില്ലേ ഭയങ്കര വലിയൊരു ഇതൊന്നുമില്ല. അപ്പൊ ഇവരെന്താണ്, ജലം ലവണം ഒന്നും വലിച്ചെടുക്കൂല. ഇങ്ങോട്ട് തൊട്ടടുത്തുള്ള സസ്യം എന്ത് ചെയ്തിട്ടുണ്ടാവും? ജലം ലവണം ഒക്കെ വലിച്ചെടുത്ത് ഇങ്ങനെ സ്റ്റോക്ക് ആക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? അതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് എടുക്കും. ഇങ്ങോട്ട് പറയും എനിക്ക് ജലവും ലവണം മാത്രം മതി, ആഹാരം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓരോന്ന് വാങ്ങിയിട്ട് ഇവർ സ്വന്തമായിട്ട് തന്നെ ആഹാരം ഉണ്ടാക്കും. എന്നാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ? കാരണം അവനാർക്ക് ഉണ്ടാക്കാനുള്ള സാധനം ബാക്കിയുള്ളവരെ നിന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്താണ്, ഇതും എന്താ, സസ്യങ്ങൾക്ക് ദോഷമാണ്, അടുത്തുള്ള സസ്യങ്ങൾക്ക് ദോഷമാണ്. കാരണം ഇവര് വലിച്ചെടുത്തൊക്കെ എന്ത് ചെയ്യും, അപ്പുറത്തുള്ളവര് വലിച്ചെടുക്കുമ്പോൾ ഓർക്കുണ്ടാവോ? ഇല്ല. അതുകൊണ്ട് എന്താണ്, അർദ്ധപരാത സസ്യങ്ങളും ഏത് പരാത സസ്യങ്ങളാണെങ്കിലും ആതിഥേയ ജീവികൾക്ക്, ആതിഥേയ സസ്യങ്ങൾക്ക് എന്താണ്, ദോഷകരമാണ്. ഓർത്തിരിക്കണം. എക്സാമ്പിൾ ആണ് ഇത്തിൽ കണ്ണി. നമ്മളെ ഇത്തിൽ കണ്ണി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത്തിൽ കണ്ണി എവിടെയൊക്കെ ഉണ്ടാവാ? നമ്മളെ ഈ മാവിന്റെ മുകളിലൊക്കെ ഉണ്ടാവും അല്ലെ? മാവൊക്കെ അല്ലേ, മാവിന്റെ മുകളിലൊക്കെ ഉണ്ട്. അപ്പൊ ഈ ചിലപ്പൊക്കെ നമ്മളെ വലിയ പ്രായമായവരൊക്കെ പറയല്ലേ, ആ മാവൊക്കെ ഉണങ്ങിക്കണെന്ന് പറയും അല്ലെ? ഉണക്കം പറ്റിക്കണെന്നൊക്കെ പറയും ഇല്ലേ? നിങ്ങളെ വീട്ടിലൊക്കെ പറയല്ലേ? കാരണം എന്താ, അതിന്റെ മുകളിൽ ഇത്തിൽ കണ്ണി ഉണ്ടാവും. ഈ ഇത്തിൽ കണ്ണി എന്ത് ചെയ്യും, ഈ മാവ് വലിച്ചെടുത്തിട്ടുള്ള ജലം ലവണമൊക്കെ വലിച്ചിങ്ങെടുത്തിട്ട് ഇത്തിൽ കണ്ണി സ്വന്തമായിട്ട് എന്ത് ചെയ്യും, ആഹാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. സെറ്റാണല്ലോ? കിട്ടിയോ? ആ പോയിന്റ് കിട്ടിയില്ലേ? അതേപോലെ വേറൊരു സസ്യമാണ് ഏത്? മൂടില്ലാത്ത ആളി. കാരണം എന്താ, മൂപ്പരാക്കൊക്കെ ഒരു മൂടും ഇല്ല. എന്തിന്? ഫുഡ് ഉണ്ടാക്കാൻ ഒരു മൂടില്ല. അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ഒരു മൂടില്ല. അപ്പൊ എന്താ ചെയ്യാ? ബാക്കി ഉള്ളവന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫുഡ് അതേപോലെ അങ്ങോട്ട് എടുക്കും. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം എന്ത് ചെയ്യും? നേരിട്ട് വലിച്ചെടുക്കുന്ന ആളാണ് ആരെ? പൂർണ്ണപരാതങ്ങൾ. പൂർണ്ണമായിട്ട് എടുക്കുന്നവരാണ് പൂർണ്ണപരാതങ്ങൾ. എക്സാമ്പിൾ ആണ് ആരെ? മൂടില്ലാത്ത ആള്. കാരണം എന്താ, മൂപ്പരാക്കൊക്കെ ഒരു മൂടില്ലാന്ന് ഓർത്തിരിക്കുക. അപ്പൊ മൂടില്ലാത്ത ആളും ഇത്തിൽ കണ്ണി നിങ്ങൾ മറന്നു പോവരുത്. ഇത്തിൽ കണ്ണി ഇങ്ങനെ ആലോചിച്ച് മതി. ഇത്തിരി എന്നൊക്കെ പറയില്ലേ? മലപ്പുറം ഭാഷയിൽ നമ്മൾ പറയും ഇത്തിരി, കുറച്ച് എന്നൊക്കെ പറയും. അപ്പൊ കുറച്ചെടുക്കണവൻ ആരാണ്? അർദ്ധപരാതവും
കുറെ എടുക്കുന്നവര് മുഴുവനായിട്ട് എടുക്കുന്നവര് പൂർണ്ണപരാതും. പൂർണ്ണപരാതത്തിന് എക്സാമ്പിൾ ആണ് ആരെ? മൂടില്ലാത്ത ആള്. മൂടില്ലാത്തതുകൊണ്ട് എന്താണ്? മുഴുവൻ ആഹാരം വേറൊരു സസ്യം മുഴുവൻ ആഹാരം ഉണ്ടാക്കി അത് അതേപോലെ എടുക്കുക. സെറ്റാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അർദ്ധപരാതാണോ പൂർണ്ണപരാതാണോ സസ്യങ്ങൾക്ക് ദോഷാവുന്നേ? എന്ന് വേഗം പറയൂ. ഞാൻ ഇതുവരെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ആരാണ് ദോഷാക്കുന്നത്? രണ്ടുപേരും ആക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരാളാണോ? രണ്ടും കറക്റ്റ് ആണ്. അപ്പൊ രണ്ടുപേരും എന്താണ്? ദോഷം ചെയ്യുന്നുണ്ട് ട്ടോ. ആ ഒരു പോയിന്റ് നന്നായിട്ട് ഇമ്പോർട്ടന്റ്. ഇവിടെ ഹോട്ട് ടോപ്പിക്സിൽ നോക്കേണ്ട ഒരു വേർഡാണത്. കാരണം PSC അവിടെ വെച്ച് പിടിക്കും. അപ്പൊ SCRT വായിച്ചവർക്ക് മാത്രമേ ഈ പോയിന്റ് കിട്ടുള്ളൂ. നമ്മളൊരു LGS ലെവൽ എക്സാമിന് ഇത് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് വന്നിട്ടുള്ളത്? അർദ്ധപരാദങ്ങളും പൂർണ്ണ പരാദങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നില്ല. നമ്മൾ ആ എക്സാം ഹോളിന്റെ ആ ഒരു പ്രഷറിൽ നോക്കുമ്പോ എന്താണ് ഈ ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കാണുക അല്ലെ. അന്നേരം അങ്ങനത്തെ ഒരു ബ്ലൈൻഡ് മൈൻഡ് ഒക്കെ ആവുമല്ലോ. അപ്പൊ അങ്ങനെ ഒന്നും ആവരുത്. നമ്മൾ നല്ല കൂളായിട്ട് പോയി എക്സാം എഴുതണം. അതിനിപ്പൊ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും എന്താണ്? സസ്യങ്ങൾക്ക് ദോഷമേ ചെയ്യുന്നുള്ളൂ, ഗുണം ചെയ്യുന്നില്ല. സെറ്റാണല്ലോ. അടുത്തതാണ് ജീർണാവശിഷ്ടങ്ങൾ. അതായത് അതിനെന്താ പറയാ? സാപ്രോഫൈറ്റ്സ്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യൂ. സാപ്രോഫൈറ്റ്സ്. എല്ലാവരും ശവോപജീവികൾ എന്നൊക്കെ പരീക്ഷയ്ക്ക് പഠിച്ചോ? പക്ഷെ ഇവർക്ക് എന്താ സാപ്രോഫൈറ്റ്സ് എന്നറിയില്ല. PSC എന്താ ചോദിക്കുന്നത്? സാപ്രോഫൈറ്റ്സ് എന്താന്നാ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണല്ലോ. സാപ്രോഫൈറ്റ്സിന്റെ മലയാളമാണ് ശവോപജീവികൾ. ശവോപജീവികൾ, സാപ്രോഫൈറ്റ്സ്. ഇപ്പൊ തന്നെ പഠിക്കൂ. സാപ്രോഫൈറ്റ്സ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളിങ്ങനെ ഒരു ചീഞ്ഞ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലല്ലേ സ്പ്രേ അടിക്കുക. അപ്പൊ സാപ്രോഫൈറ്റ്സ് സ്പ്രേ അടിക്കുന്ന അങ്ങനെ ചീഞ്ഞ സ്മെൽ ഉണ്ടെങ്കിൽ, അതായത് ഈ ശവോപജീവികൾ ഒരു പിന്നെ ഇതെന്താണ്? ക്യാരക്ടർ എന്താ? ഇവര് ജീർണിച്ച, അതായത് ചീഞ്ഞ് അടിഞ്ഞിട്ടുള്ള ജീർണാവശിഷ്ടങ്ങളിൽ നിന്നെന്ത് ചെയ്യും? അതിലുള്ള നല്ല കാര്യങ്ങൾ മാത്രം വലിച്ചെടുക്കും അല്ലെ. ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്തിട്ട് വളരുന്ന സസ്യങ്ങളാണ് ഇത്? ശവോപജീവികൾ. അതിന് എക്സാമ്പിൾ ആണ് ആരൊക്കെ? വേഗം പറയൂ. SCRT 2 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? നിയോട്ടിയ മോണോട്രോപ്പ. നിയോട്ടിയ മോണോട്രോപ്പ. അതേപോലെ നമ്മളെ പൂപ്പലൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. നിയോട്ടിയ മോണോട്രോപ്പ. പൂപ്പല്, റൊട്ടിയിലും അച്ചാറിലൊക്കെ ഉണ്ടാവുന്ന പൂപ്പൽ ഉണ്ടല്ലോ, ഇതും എന്തിന് ഉദാഹരണമാണ്? ശവോപജീവികൾ, സാപ്രോഫൈറ്റ്സിന് എക്സാമ്പിൾ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണേ. ഈ റൊട്ടിമേല് പിടിച്ചോളിട്ടോ. റൊട്ടി ഇമ്പോർട്ടന്റ് ആ. കാരണം എന്താ അറിയോ? റൊട്ടിമേല് PSC ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. എന്താ ഉണ്ടാക്കുക? റൊട്ടി എന്താണ്? റൊട്ടിയിൽ ഉണ്ടാകുന്ന, അച്ചാറിലും ഉണ്ടാകുന്ന എന്ത്? പൂപ്പല് ശവോപജീവികളുമാണ്, സസ്യങ്ങൾക്ക് എക്സാമ്പിളുമാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയാ. നിങ്ങള് റോങ് ആണോ അല്ലെങ്കിൽ ഇത് ശരിയാണോ? സസ്യങ്ങളിൽ എന്തുണ്ട്? പൂപ്പലുണ്ട്. സസ്യങ്ങളല്ല, റൊട്ടിയിൽ നമ്മൾ റൊട്ടി കഴിക്കുമ്പോൾ അതിൽ പൂപ്പലുണ്ടാവും. അതേപോലെ അച്ചാറിലും പൂപ്പലുണ്ടാവും. അത് അവർ ചോദിക്കും, PSC ചോദിക്കും, റൊട്ടിയിലും അച്ചാറിലും ഉണ്ടാവുന്ന പൂപ്പൽ എന്താണ്? ഒരു ശവോപജീവിയാണ്. ഇത് സസ്യങ്ങൾക്ക് എക്സാമ്പിളുമാണ്. അപ്പൊ നിങ്ങൾ ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയാ. വേഗം പറയൂ. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശരിയാണോ സ്ന? ശരിയാണോ തെറ്റാണോ? ശരിയാണ്. എന്താ നിങ്ങൾ പറയുന്നേ? വേഗം പറയും. ശരിയല്ല കേട്ടോ, അത് തെറ്റാണ്. കാരണം എന്താണ്? ഇത് ശവോപജീവിയാണ്. പക്ഷെ സസ്യാണോ? പൂപ്പൽ എങ്ങനെ സസ്യാവാ? അതിന് വേരും ഇലയും തണ്ടൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പൂപ്പൽ എന്തല്ല? സസ്യവിഭാഗത്തിൽ പെട്ടതല്ല. പക്ഷെ എന്താണ്? ശവോപജീവിയാണ്. മനസ്സിലായോ? അതായത് റൊട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കേടുവരും. ആ കേട് വരുമ്പം അതിലുള്ള ഈ ശവോപജീവികൾ, ബാക്ടീരിയകൾ എന്ത് ചെയ്യും? അതിലുള്ള പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്തിട്ട് വളരും. അങ്ങനെയാണ് പൂപ്പലാവുന്നത്. അപ്പൊ പൂപ്പൽ എന്തല്ല? സസ്യങ്ങളല്ല. പക്ഷെ എന്താണ്? ശവോപജീവികളാ. ശവോപജീവികൾ എന്ന് പറഞ്ഞാൽ എന്താ? ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്തിട്ട് വളരുന്നവയാണ് എന്ത്? ശവോപജീവികൾ. അതിൽപ്പെട്ട സസ്യങ്ങളാണ് ഏത്? നിയോട്ടിയ മോണോട്രോപ്പ. കിട്ടിയോ? അതേപോലെ നമ്മള് കൂണൊക്കെ, കൂണ്, മഷ്റൂം കിട്ടിയോ? പോയിന്റ് ക്ലിയർ ആയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പൂപ്പൽ എന്തല്ല? സസ്യവിഭാഗത്തിൽ പെടുന്നവയല്ല. ഓർത്തിരിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നോട്ട്ബുക്കിൽ എഴുതാട്ടോ. എഴുതാൻ പറ്റുന്നവരൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ, ഷോർട്ട് നോട്ട് ഇങ്ങനെ എഴുതി വെക്കുക. കിട്ടാത്ത നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ്സ് മാത്രം എല്ലാം കൂടി എഴുതി
വിചാരിക്കരുതേ, ഞാൻ പറഞ്ഞുതരാം. നോട്ട് ഉണ്ടാക്കണോര് പ്രത്യേകം പറയാനുള്ളതാണ്. നോട്ട് ഉണ്ടാക്കണമൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളോട് PSC ചോദിക്കൂല നിങ്ങൾ നോട്ട് ഉണ്ടാക്കിയിട്ടാണോ പാസ്സായത്, നോട്ട് എഴുതാതെയാണോ പാസ്സായത് ഒന്നും ചോദിക്കൂല. മാക്സിമം തല കയറ്റാൻ നോക്കുക. അല്ലാതെ ഇങ്ങനെ നമുക്ക് ഞാനൊക്കെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോ ഞാൻ വിചാരിക്കും എന്തേനി കുട്ടികളൊക്കെ പറയണേ കേട്ടോ, ഇതിനാ ഏതോ ഒരു നോട്ടിൽ എഴുതിയണല്ലോ, നോട്ടിന്റെ പേജും നോട്ടിന്റെ സൈഡും ഒക്കെ ഓർമ്മ ഉണ്ടാവും, പക്ഷെ എന്താ സംഭവം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താണ് എഴുതുന്നതല്ല പ്രധാനം, നമ്മളെ തലയിൽ മാക്സിമം കയറ്റാൻ നോക്കുക. അപ്പൊ പൂപ്പൽ എന്തല്ല സസ്യവിഭാഗത്തിൽ പെടുന്നവയല്ല, അത് അവിടെ ഇമ്പോർട്ടന്റ് ഇട്ട് ഒരു ബോക്സിലായിട്ട് വരച്ചേക്കുക. കാരണം ഇടക്കിടക്ക് ആ ക്വസ്റ്റ്യൻ കാണലുണ്ട്. സെറ്റ് അല്ലേ? എനി ഡൗട്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. അതേപോലെ കൂണുകളും എന്താണ് ശവോപജീവികൾക്ക് എക്സാമ്പിൾ ആണ്. സെറ്റല്ലേ? ഇനിയാണ് നമ്മള് അടുത്തൊരു ഭാഗത്തേക്ക് കിടക്കുന്നത് പ്രധാനങ്ങള്, അതേപോലെ പൊയ്ക്കാൽ വേരുകള്, അങ്ങനത്തെ ഒക്കെ. ഞാൻ ഒരു പിക്ചർ വിട്ട് തന്നിട്ടുണ്ട് നമ്മളെ ഗ്രൂപ്പില്. ബയോളജി എന്നുള്ള ഒരു ഇത് നോക്കി കണ്ടോ? അതിൽ കുറച്ച് പിക്ചേഴ്സ് ഇട്ടുന്നത് ഇതിലില്ലേ, നമ്മള് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇതിൽ ബയോളജി എന്നുള്ള ഒരു ടാബില് മുകളില് അതിൽ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. അത് ഈ ചാപ്റ്റർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ്, ശ്വസന വേരുകള്, പ്രധാനങ്ങൾ. അപ്പൊ നമ്മള് ചിത്രം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കി അതിൽ ഫസ്റ്റത്തെ ചിത്രം നോക്കി നിങ്ങള് കണ്ടോ? അതിൽ കണ്ടില്ലേ ഓരോ ചെടികൾ മുകളിലോട്ട് വളരുന്നത്, പറ്റി പിടിച്ചിങ്ങ് വളരുന്നുണ്ട് അല്ലെ. അതുപോലെ അതിന് തൊട്ട് താഴെ കണ്ടില്ല നിങ്ങള് ഒരു ചിത്രം പ്രധാനങ്ങളാ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ചിത്രത്തിന് ഒരു ലൈക്ക് കൊടുക്കി. നല്ല ഇപ്പൊ എനിക്ക് മനസ്സിലാവണം കണ്ടോ എന്നുള്ളത്. ബയോളജി ബാക്ക് അടിച്ചിട്ട് ബയോളജി എന്നുള്ള ഒരു ഭാഗം കണ്ടില്ലേ, അതിൽ ഇതിനെ കുറെ ചിത്രങ്ങൾ ഇട്ടുണ്ട് കണ്ടോ. എല്ലാരും ലൈക്ക് അടിക്കുന്നുണ്ട്. ഇതിൽ കണ്ടില്ലേ, ഇതാണ് എന്ത് പ്രധാനങ്ങൾ. ഇവരെന്ത് ചെയ്യും, മുകളിലോട്ട് വളരും. എന്തുകൊണ്ട് ഇവര് മുകളിലോട്ട് ഇങ്ങനെ ഈ പ്രധാനങ്ങൾ, ഇവർക്ക് എന്തില്ലേ തണ്ടില്ലേ, പിന്നെന്തുകൊണ്ട് ഇവരിപ്പോ പ്രധാനങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം എല്ലാരും കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ പ്രധാനങ്ങൾ എന്ന് പറഞ്ഞ എന്താ, ഒരു സ്പ്രിങ് പോലുള്ള ഭാഗങ്ങൾ കണ്ടില്ലേ ആ ചിത്രത്തിൽ. നല്ല സ്പ്രിങ് ആണ് അല്ലെ. ഇനിയിപ്പോ കാണാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് നമ്മളെ ഇതിപ്പോ ഫോർവേഡ് ചെയ്യാനും പറ്റൂല, നിങ്ങൾ കാണുന്നില്ലേ. അപ്പൊ ഈ പ്രധാനങ്ങൾ സ്പ്രിങ് പോലെ ആവാനുള്ള കാരണം എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ? ഒന്ന് ചാറ്റ് ഗ്രൂപ്പിൽ വരി. എന്തുകൊണ്ടാണ് പ്രധാനങ്ങൾ സ്പ്രിങ് പോലെ ആവാൻ കാരണം? ഈ പ്രധാനങ്ങൾ എന്ന് പറഞ്ഞ ഇവര് ഒരു കണക്കിന്, അതായത് ഇപ്പൊ ഒരു സസ്യം എന്ന് പറഞ്ഞ എന്താ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു സസ്യം ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഏതാ പറയാ, മാവിന്റെ പ്രത്യേകത എന്താ? മാവിന് ഒരു തണ്ടുണ്ട്, നല്ല ആരോ മൈക്കോണായി. മാവിന് എന്താണ് നല്ല കട്ടിയുള്ള ഒരു തണ്ടില്ലേ, അതായത് തടിയുണ്ട് അല്ലെ. അതേപോലെ ഇലയുണ്ട്, അതേപോലെ എന്തൊക്കെയുണ്ട് വേരുകളൊക്കെ ഉണ്ട്. പക്ഷെ ചില ചെടികൾക്ക് എന്താ അറിയോ, ഇവർക്ക് തണ്ടുണ്ടെങ്കിലും ആ തണ്ടിന് ഒരു ബലം ഉണ്ടാവൂല. മനസ്സിലായോ? എന്തുണ്ടാവൂല? ശക്തി ഉണ്ടാവൂല. അപ്പൊ ഇവർക്ക് നീച്ച് നിൽക്കാൻ കഴിയൂല. അപ്പൊ ഇവരെന്ത് ചെയ്യും, സ്പ്രിങ് പോലെ ഇങ്ങനെ ആയിട്ട് ബാക്കിയുള്ള ചെടിമേൽ എന്ത് ചെയ്യും, പറ്റി പിടിച്ച്. കാരണം എന്താ, നമുക്കിപ്പോ കൊഴക്കായാലും നമ്മളിപ്പോ ഭയങ്കര ക്ഷീണിതരാകുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ചുമരൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കേറും അല്ലെ. ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെയാണ് ഇവരെ തണ്ടുകൾക്ക് എന്തില്ല, ബലമില്ലാതാവുമ്പോഴാണ് ഈ തണ്ടുകൾ എന്ത് ചെയ്യുന്നത്, ഇത് സ്പ്രിങ് പോലെയാവുന്നത്. ഈ സ്പ്രിങ് ആണ് എന്ത്, പ്രധാനങ്ങൾ. കിട്ടിയോ? അപ്പൊ എന്താ പ്രധാനങ്ങള്? സ്റ്റെമ്മിന്റെ ഭാഗം തന്നെയാണ് ഈ പ്രധാനങ്ങള്. ഈ പ്രധാനങ്ങൾ സ്പ്രിങ് രൂപത്തിലായിട്ട് എന്ത് ചെയ്യും, ചെടികൾക്ക് പറ്റിപ്പിടിച്ച് വളരാനുള്ള സഹായം നൽകുകയാണ് ചെയ്യുന്നത്. കിട്ടിയല്ലോ? ഈ പ്രധാനങ്ങൾ എന്താ നമ്മൾ പറയാ, പ്രധാനങ്ങളെ മുഴുവനായിട്ട് നമ്മൾ എന്ത് പറയും, ആരോഹികൾ. പ്രധാനങ്ങളുള്ള സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് ആരോഹികൾ. ക്ലൈംബേഴ്സ് എന്നൊക്കെ പറയും അല്ലെ. ക്ലൈംബേഴ്സ് അല്ലെങ്കിൽ ആരോഹികൾ എന്നൊക്കെ പറയും. അപ്പൊ എന്താ, മുകളിലോട്ട് ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ കയറും. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല, അതാണ് ഇമ്പോർട്ടന്റ്, ദുർബലകാന്ഡ. അപ്പൊ നോക്കി ആ പോയിന്റ് കിട്ടില്ലേ. അപ്പൊ ദുർബലകാന്ഡ സസ്യങ്ങളാണ് ആരോഹികൾ. ദുർബലകാന്ഡം, കാണ്ഡം എന്ന് പറഞ്ഞ സ്റ്റെമ്മാണ്, സ്റ്റെം എന്ന് പറഞ്ഞ തടി. നമ്മളെ മലയാളത്തിൽ പറയുമ്പോ തടി, അല്ലെങ്കിൽ നേരെ നിൽക്കുന്ന ആ ഭാഗം. നിങ്ങൾക്ക് അറിയാലോ, മാവൊക്കെ എടുത്ത് നോക്കണം, മാവിന് നല്ലൊരു തടി ഉണ്ടാണ്, മാവ് നേരെ പോകുന്നത്. അപ്പൊ ഈ കാണ്ഡങ്ങൾക്ക് എന്തില്ല, ബലമില്ല. അതുകൊണ്ടാണ് ദുർബലം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, SCERT വരികൾക്കിടയിലൂടെ പഠിക്കണം എന്ന് പറയാൻ കാരണം അതാണ്. ദുർബലകാന്ഡ സസ്യങ്ങളാണ് ഏത്, ആരോഹികൾ. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രധാനങ്ങൾ. കിട്ടിയല്ലോ? അപ്പൊ ഇവ എന്താണ്, ദുർബല കാണ്ഡമാണ്. ഇവർക്ക് എന്തുണ്ട്, കാണ്ഡത്തിനൊരു ബലമില്ല. അതുകൊണ്ട് എന്താണ്, പറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇവരിൽ എന്തുണ്ട്, സ്പ്രിങ് പോലെയുള്ള ഒരു ഭാഗമുണ്ട്. അതാണ് പ്രധാനങ്ങൾ. അല്ലെങ്കിൽ അതിനെന്ത് പറയും, ടെൻഡ്രിൽസ്. ഇംഗ്ലീഷ് ഇമ്പോർട്ടന്റ് ആണ്, ടെൻഡ്രിൽസ്. കാരണം 5ാം ക്ലാസത്തെ ഇംഗ്ലീഷ് ഒക്കെ ഇമ്പോർട്ടന്റ് ആ. 10ത്തെ നിങ്ങൾ എല്ലാം പഠിച്ചിട്ടില്ലെങ്കിലും 5, 8 ഒക്കെ ഇംഗ്ലീഷ് കുറച്ചൊക്കെ പഠിക്കുക കേട്ടോ. ടെൻഡ്രിൽസ് കിട്ടിയല്ലോ?
പോയിന്റ് കിട്ടില്ലേ? അപ്പൊ എന്തൊക്കെ എക്സാമ്പിള് നമ്മൾ കാണാറുണ്ട്? നമ്മളെ കുരുമുളക്, പാവല്, പടവലം എഴുതി വെക്ക. കുരുമുളക്, പാവല്, പടവലം ഇവയൊക്കെ എന്താണ്? നമ്മളെ ആരോഹികൾക്ക് എക്സാമ്പിൾ. PSC എപ്പോഴും ചോദിക്കല് ഈ ഒരു ചാപ്റ്ററിന് ഇതാണ്, ഈ ഉദാഹരണങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ നേരെ നമ്മളിങ്ങനെ ആലോചിക്കുക. നമ്മൾ നിത്യജീവിതമായിട്ട് ബയോളജിനെ കണക്ട് ചെയ്ത ബയോളജി നല്ല രസം പഠിക്കാന്. അപ്പൊ കുരുമുളക്, പാവല്, പടവലം ഇതൊക്കെ എന്താണ്? ആരോഹികൾക്ക് എക്സാമ്പിൾ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ഓർത്തുവരിക്കണം. ഇനി അടുത്തതാണ് ഈയവള്ളികൾ, ക്രീപ്പേഴ്സ്. എന്താണ് ഈയവള്ളികൾ? എന്താണ് ക്രീപ്പേഴ്സ്? എല്ലാവർക്കും അറിയോ എന്താണ് ക്രീപ്പേഴ്സ്? എന്താണ് ഈയവള്ളികൾ? ഈയവള്ളികൾ എന്താണ് അറിയോ? അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈയവള്ളികൾ, ക്രീപ്പേഴ്സ്. ക്രീപ്പേഴ്സും എന്തിനു ഉദാഹരണമാണ്? ആരോഹികൾക്ക് ഉദാഹരണം. നമ്മൾ അസ്ഞത ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പാവല്, പടവലം, അതേപോലെ ഏതാണ്? കുരുമുളക്. ഈയവള്ളികൾ എന്ന് പറഞ്ഞാല് നിലത്ത് പടർന്ന് വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാ. മറ്റത് എന്താ വെച്ചാൽ പറ്റി പിടിച്ച് മുകളിലോട്ടാ കയറിയ. പക്ഷെ എന്താണ്, ഈയവള്ളികൾ പറഞ്ഞാൽ ഇങ്ങനെ താഴത്തൂടെ പോകുന്നതാണ് ഈയവള്ളികൾ. ആ രണ്ടും മാറിപ്പോയത് കേട്ടോ. ആരോഹികൾ പറഞ്ഞാല് നമ്മൾ പറയില്ല ആരോഹണക്രമം പറഞ്ഞ എന്താ? ആരോഹണക്രമം എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോവല്ലേ ആരോഹണക്രമം. അപ്പൊ ആരോഹികൾ കണക്ട് ചെയ്യാലോ. ചെറുതിൽ നിന്ന് വലുതോട്ട് പോവാ പറയുമ്പോൾ മുകളിലോട്ട് പോവല്ലേ. അപ്പൊ ആരോഹികൾ എന്താണ്? മുകളിലോട്ട് പടർന്നു കയറുന്നതാണെങ്കിൽ ആരോഹികള്, നിലത്തിലൂടെ ഇങ്ങനെ എഴന്നു പോകുന്നതാണെങ്കിൽ എന്താണ്? ഈയവള്ളികൾ. നിലത്ത് പടർന്നു വളരുന്ന ദുർബല. അപ്പോഴും അവർക്ക് എന്താണ്? നീച്ചു നിൽക്കാനുള്ള തണ്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവരിങ്ങനെ ഇങ്ങനെ പോവും. അങ്ങനെ കണക്ട് ചെയ്യുക. തണ്ടില്ലാത്തത് കൊണ്ടാണ്, അതായത് സ്റ്റെമ്മിന് ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. അതാണ് അവിടെ ഇമ്പോർട്ടന്റ്. ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഏത്? ഈയവള്ളികൾ. മനസ്സിലാവുന്നുണ്ടോ? എക്സാമ്പിളാണ് നമ്മുടെ മധുരക്കിഴങ്ങ് ഒക്കെ ഇങ്ങനെ മരത്തിന്റെ മുകളിൽ കൂടെ അങ്ങ് പോവാണ് ചെയ്യുക, അല്ലല്ലോ. അടിയിലൂടെ അങ്ങനെ എന്ത് ചെയ്യും? പടർന്നിങ്ങ് പിടിക്കും അല്ലെ. മധുരക്കിഴങ്ങ്, അതല്ലേ കൊടങ്ങല്, നമ്മളെ സ്ട്രോബെറി അല്ലെ. കൊടങ്ങല്, സ്ട്രോബെറി ഒക്കെ നിലത്തിലൂടെ അല്ലെ പടർന്ന് പിടിക്കുക. കൊടങ്ങല്, സ്ട്രോബെറി, പിന്നെ ഏതൊക്കെയാണ്? മധുരക്കിഴങ്ങ്. ഇതൊക്കെ എന്താണ്? ഈയവള്ളികൾക്ക് ഉദാഹരണമാണ്. ഇവരിൽ എന്തുണ്ടാവില്ല? അതിൽ സ്പ്രിങ് ഒന്നും ഉണ്ടാവില്ല. ഇവരെന്തില്ല? സ്പ്രിങ്ങും ഇതൊന്നും ഉണ്ടാവില്ല. ഇവരിങ്ങനെ ഇങ്ങനെ പോവും. അത്രേ ഉള്ളൂ. കിട്ടിയല്ലോ? കിട്ടിയോ? ഇതുവരെ സെറ്റല്ലേ? സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് എന്ത്? നമ്മൾ പറയുന്നത് ഒരുപാട് ഇപ്പൊ നമ്മൾ സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷനാ പറഞ്ഞത് അല്ലെ. സ്റ്റെം എന്തായിട്ടുന്നുണ്ട്? പ്രധാനങ്ങളുമായി അതേപോലെ ഈയവള്ളികളായിട്ടും പോയിട്ടുണ്ട്. ഇനി നമ്മള് വേരാട്ടോ പറയുന്നത്. വേരോണ്ടും ഒരുപാട് ഉപകാരങ്ങളുണ്ട്. വേരോണ്ട് എന്തൊക്കെയാ യൂസ്ഫുൾ ഉള്ളത്? വേരിലൂടെയാണ് ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത്. അതേപോലെ സസ്യങ്ങൾക്ക് മണ്ണിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? വേര് വേണം. അതേപോലെ തന്നെ ഈ വേരുണ്ടായിട്ടാണ് നമ്മളെ പേരാല് കണ്ടിട്ടില്ലേ നിങ്ങള്? ആ പിക്ചറിൽ നോക്കി. ബയോളജി എന്നുള്ളതിന് ഞാൻ പേരാലൊക്കെ വിട്ടിട്ടുണ്ട് അല്ലേ? പേരാല് കണ്ടില്ലേ? മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വേരിങ്ങനെ താഴോട്ട് വരുന്നുണ്ട് അല്ലെ. വേരെന്ത് ചെയ്യുന്നുണ്ട്? താഴോട്ട് വരുന്നുണ്ട്. കണ്ടല്ലോ ആ ചിത്രത്തിൽ കണ്ടില്ലേ? ഈ ബയോളജി എന്നുള്ള ഫോൾഡറിൽ നോക്കി. ചാറ്റ് ഗ്രൂപ്പിലല്ല, ബയോളജി എന്നുള്ള ഫോൾഡറിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ കണ്ടില്ലേ? പേരാൽ എന്താണ് ചെയ്യുന്നത്? പേരാലും അതേപോലെ എന്തുണ്ട്? ആറ്റുകൈത. ഇത് രണ്ടും വളരെ നമ്മൾ SCERT കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ആണ്. പേരാല്, അതുപോലെ ആറ്റുകൈത. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും മാറിപ്പോലുണ്ട്. അതിനുവേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ പേരാലിൽ എന്താണ്? മണ്ണിന് മുകളിൽ കാണുന്ന, അതായത് ഈ വേരൊക്കെ പുറത്തല്ല കാണുന്നത്. സാധാരണ നമ്മളൊരു സസ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ വേരൊക്കെ മണ്ണിന്റെ താഴത്താ, നമുക്ക് കുഴിച്ചു നോക്കിയാലേ കാണുള്ളൂ അല്ലെ വേര്. പക്ഷേ പേരാലിലും ആറ്റുകൈത എന്നുള്ള സസ്യത്തിലും വേരൊക്കെ പുറത്താ കാണുന്നത്. എന്താലേ, നല്ല അത്ഭുതം. അപ്പം എന്താണ്? മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് ഏത്? താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. മണ്ണിന് മുകളിൽ കാണപ്പെടുന്ന വേരുകളാണ് ഏതൊക്കെ? വേരുകളാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. രണ്ട് സൈസ് വേരുകളാണുള്ളത്. താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. ഇമ്പോർട്ടന്റ് ആണെന്ന് എഴുതി വെക്കണേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ പേരാലിൽ എന്താ ഉള്ളത്? താങ്ങുവേരാണുള്ളത്. പേരാലില് താങ്ങുവേരുകളാണുള്ളത്. കാരണം ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്നാണ് താഴോട്ട്, അതായത് നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കി, നമ്മൾ കാണുന്ന പേരാലുണ്ടല്ലോ, ഇവരെ
കൊമ്പുണ്ടല്ലോ, ആ കൊമ്പിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, വേര് താഴോട്ട് വരുന്നത്. കാരണം ഇവർക്ക് നിൽക്കാൻ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കൊമ്പിൽ നിന്നും വേര് താഴോട്ട് വളർന്നിട്ട് എന്ത് ചെയ്യും, ഒരു സപ്പോർട്ട് കൊടുക്കും. മനസ്സിലായോ? അപ്പൊ പേരാലിന് എന്താ ചെയ്യുന്നത്, താങ്ങി നിർത്താൻ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളൊന്ന് വീയാണെങ്കിൽ നമ്മളെ കൈ കൊണ്ടല്ല നമ്മളിങ്ങനെ താങ്ങി നിർത്തുക. അപ്പൊ നമ്മ കൈ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ശാഖ പോലെയല്ലേ, അങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ വീയുമ്പോൾ നമ്മളൊന്ന് താങ്ങി നിർത്തലാരാ, കാലുണ്ടായോണ്ട് നമ്മളിങ്ങനെ നടക്കും. പക്ഷെ നമ്മൾ വീയാൻ പോകുമ്പോൾ നമ്മൾ താങ്ങി നിർത്തുക നമ്മൾ കൈയാണ് അല്ലെ. കൈ കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ പിടിച്ചു നിൽക്കും. അപ്പൊ എന്താ, നമ്മളെ കൈ എന്ന് പറഞ്ഞാൽ നമ്മളെ മനുഷ്യരെ ശാഖയാണ് കൈ എന്ന് പറയുന്നത്. അപ്പൊ ശാഖകളിൽ നിന്നും താഴോട്ട് വരുന്നതാണ് ഏത്, താങ്ങുവേര്. കണക്ട് ചെയ്ത് വെക്ക. ശാഖകളിൽ നിന്നും താഴോട്ട് വരുന്നതാണ് താങ്ങുവേര്. കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഹലോ. ആ, മനസ്സിലാവുന്നില്ലേ? മനസ്സിലായില്ലെങ്കിൽ അപ്പൊ തന്നെ പറയണേ. ഇതിൽ നിങ്ങൾ എല്ലാരും ക്യാഷ് കൊടുത്ത് കയറിയോരാ. വലിയ പൈസ ഒന്നും ഇല്ലെങ്കിലും നാലും അത് ക്യാഷ് തന്നെയാണ്. അവിടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാം. മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങളൊന്ന് പറയണമെന്ന്, മനസ്സിലാവണില്ല ഒന്നും കൂടി പറയുന്നു പറയാം. ഒരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പൊ താങ്ങുവേര് എന്താന്ന് മനസ്സിലായി. ഈ താങ്ങുവേര് ശിഖിരങ്ങളിൽ നിന്നും, ശിഖിരം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ നമ്മളെ ഭാഷയിലോട്ട് പഠിക്കുക. കൊമ്പിൽ നിന്നും താഴോട്ട് വരികയാണെങ്കിൽ താങ്ങുവേര്. അത് സെറ്റ് അല്ലേ? അത് സെറ്റ് അല്ലേ? കൊമ്പെന്നാണെങ്കിൽ താങ്ങുവേര്. ആ പോയിന്റ് സെറ്റ് ആയിരിക്കുന്നു. തണ്ടിൽ നിന്നാണെങ്കിലോ, തണ്ടിൽ നിന്ന് നമ്മളെ തണ്ട് എന്ന് പറയുന്നത് എന്താ, നമ്മളെ മനുഷ്യരായിട്ട് കണക്ട് ചെയ്ത് നോക്കി. നമ്മളെ തണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കാലല്ലേ, അല്ലേ? ആ കാലില്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ കഴിയോ, സോറി നിക്കാൻ കഴിയോ? ഇല്ല. കാലില്ലെങ്കിൽ നമുക്ക് നിക്കാൻ കഴിയില്ല. അപ്പൊ മനുഷ്യരിലെ തണ്ട് എന്ന് പറഞ്ഞ കാലാ. അപ്പൊ കാലിന് നമ്മൾ എന്ത് പറയും, സ്റ്റെമ്മ്. അപ്പൊ സസ്യങ്ങളിലെ കാല് എന്ന് പറഞ്ഞ സ്റ്റെമ്മ അല്ലേ. സസ്യങ്ങളുടെ കാല് എന്ന് പറഞ്ഞ സ്റ്റെമ്മ. സ്റ്റെം ഉണ്ടായിട്ട് അവര് നിൽക്കുന്നത്. അപ്പൊ ഈ സ്റ്റെമ്മിൽ നിന്നും താഴോട്ട് വരികയാണെങ്കിൽ എന്താണ്, അത് പൊയ്ക്കാല്. ആ കാലും ഈ സ്റ്റെമ്മും കൂടി ഞാൻ കണക്ട് ചെയ്താണേ. നമ്മൾ മനുഷ്യരില് കാല് എന്നാണ് നമ്മളെ സ്റ്റെമ്മിനെ പറയുന്നത്. സസ്യങ്ങളിൽ സ്റ്റെമ്മ്. ആ സ്റ്റെമ്മിൽ നിന്നും വേര് താഴോട്ട് വരികയാണെങ്കിൽ പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയും. കണക്ട് ചെയ്യണേ. മനുഷ്യരിലെ കാല്, അതാണ് സസ്യങ്ങളിലെ സ്റ്റെമ്മ്. അപ്പൊ സ്റ്റെമ്മിൽ നിന്നും താഴോട്ട് എന്ത് വരിക, വേരുകൾ വളരുകയാണെങ്കിൽ അതിനെയാണ് പൊയ്ക്കാൽ വേരുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ മറന്നു പോലല്ലോ. അപ്പൊ തണ്ടിൽ നിന്നാണ് വേരുകൾ താഴേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് പൊയ്ക്കാൽ വേരുകൾ. കൊമ്പിൽ നിന്നാണെങ്കിൽ എന്താ, താങ്ങുവേരും. അതേപോലെ തണ്ടിൽ നിന്നാണെങ്കിൽ പൊയ്ക്കാൽ വരും. ആ രണ്ടും മാറരുതേ, ഇമ്പോർട്ടന്റ് ആണ്. സെറ്റ് ആണല്ലോ? ഇതുവരെ ക്ലിയർ അല്ലേ? പിന്നെ അടുത്തൊരു വേരാണ് ഏത്, ശ്വസന വേരുകൾ. ഈ പൊയ്ക്കാലും താങ്ങുവേരും നിങ്ങൾക്ക് സെറ്റ് ആണോ? പൊയ്ക്കാൽ വേരും ഇത് രണ്ടും സെറ്റ് ആണോ? അതിന് ഈ പൊയ്ക്കാലിന് എക്സാമ്പിൾ ആണ് ഏത്, നമ്മളെ കൈത, ആറ്റുകൈത എന്ന് പറഞ്ഞ ആറ്റുകൈത. പിന്നെ നമ്മളെ പേരാൽ ഏതിനാണ്, നമ്മളെ താങ്ങുവേരിനും. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും സെറ്റ്, എല്ലാവർക്കും സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് ഇത് ശ്വസന വേരുകൾ. നമ്മള് ഈ കണ്ടൽ ചെടികളൊക്കെ പറയുമ്പോൾ ആരെ നമുക്ക് ഓർമ്മ വരും പെട്ടെന്ന്, കല്ലൈൻ ബുക്കുടൻ ഓർമ്മ വരും അല്ലെ. ഏറ്റവും കൂടുതൽ കണ്ടൽ ചെടികൾ ഉള്ളത് എവിടെ, നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ ചെടികളുള്ള സംസ്ഥാനം ഏതാണ്? വേഗം പറയൂ, വേഗം പറയൂ. പശ്ചിമ ബംഗാളിലെ എവിടെയാണ്? പശ്ചിമ ബംഗാളിലെ സുന്ദർബനിലാണ് കേട്ടോ. സുന്ദർബൻ. പശ്ചിമ ബംഗാളിലെ സുന്ദർബനിലാണ് എന്ത് കാണപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ. ആ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിലാണ് എന്ത് കാണുന്നത്, ഏറ്റവും കൂടുതൽ പിന്നെ കണ്ടൽ ചെടികൾ കാണുന്നത്. കേരളത്തിലാണെങ്കിലോ, കേരളത്തില് ആ വെസ്റ്റ് ബംഗാൾ. ഓക്കെ. കണ്ണൂരിലാണ്. ആ കണ്ണൂരിലാണ് നമ്മൾ ആര്, ഈ കണ്ടൽ ചെടികളുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് കല്ലൈൻ ബുക്കുടൻ ഉള്ള അല്ലെ. കല്ലൈൻ ബുക്കുടൻ ഉള്ളത് ഓർത്തിരിക്കാം. ഇതെന്താ സ്റ്റിക്കറൊക്കെ വിട്ടണേ? ആ ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ എന്താ കണ്ടൽ ചെടി? കണ്ടൽ ചെടിക്ക് പറയുന്ന പേരെന്താ ഇംഗ്ലീഷില്? മാംഗ്രോവ്സ് അല്ലെ. മാംഗ്രോവ്സ് എന്നാ പറയാ. ഇംഗ്ലീഷും കൂടി ഒന്ന് ഓർത്തിരിക്കുക. കണ്ടൽ ചെടി. ഈ കണ്ടൽ ചെടിക്ക് എന്താ അറിയോ, ഇവര് താഴോട്ട്, അതായത് എന്തുകൊണ്ട് ഇവർക്ക് ശ്വസന വേരുകൾ, അതായത് വേരുകൾ താഴോട്ടാണുള്ളത്, ഇലകളിലൂടെ ശ്വസിച്ചൂടെ, അങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശ്വസന വേരുകൾ, അതായത് കണ്ടൽ ചെടിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഇവർ ഈ വെള്ളത്തിൽ എന്തുണ്ടാവും, ഈ കണ്ടൽ ചെടികളുടെ വേരുകളൊക്കെ മുകളിലോട്ട് വളർന്ന് പന്തലിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. കാരണം എന്താ, കണ്ടൽ ചെടി കാണപ്പെടുന്നത് എവിടെ,
അങ്ങോട്ട് ഓർത്തിരിക്കെ. കണ്ടൽ ചെടി കൂടുതലും കാണപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഉപ്പുള്ള ലവണങ്ങളുള്ള പ്രദേശങ്ങളിലാ. അപ്പൊ ഇങ്ങനെ ലവണങ്ങളൊക്കെ ഉണ്ടാവുമ്പോ വേരുകൾക്ക് എന്ത് വേണം? ശ്വസിക്കണം. ഉപ്പുവെള്ളത്തിലൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ വേരുകൾക്കും എല്ലാ സസ്യങ്ങളിലുള്ള എല്ലാ ഭാഗങ്ങൾക്കും ശ്വസനം വേണം. അപ്പൊ വേരുകൾക്കും ശ്വസിക്കണമെങ്കിൽ എന്താണ്? അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. അതേപോലെ നമ്മളെ പഠിച്ചിട്ടില്ലേ? നമ്മളെ ഈ അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജൻസ് ഒക്കെ നേരിട്ട് വലിച്ചെടുക്കുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, പയർവർഗ്ഗ ചെടികള്. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ വെള്ളത്തിന്റെ അടിയിലാണ്. പിന്നെ ലവണങ്ങളും ഉപ്പൊക്കെ കൂടിയതാണല്ലോ. അപ്പൊ ഇവർക്ക് ശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ ഇലകളിലൂടെ ശ്വസനം നടക്കുന്നുണ്ടെങ്കിലും വേരുകൾക്ക് എന്ത് കിട്ടുന്നില്ല? പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും കാര്യങ്ങളൊന്നും പുറപ്പെടുവിക്കാനും വലിച്ചെടുക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു വെള്ളത്തിന്റെ മുകളിലൂടെ എന്ത് ചെയ്യും? ഈ വേരുകളിൽ മുകളിലോട്ട് ഇങ്ങനെ പിന്നെ ഉയർന്നിരിക്കും. കാരണം എന്താ? അന്തരീക്ഷത്തിലുള്ള പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വലിക്കാൻ, ഇവരെ ശ്വസനത്തിനും വേണ്ടി. അതുകൊണ്ടാണ് കണ്ടൽ ചെടികളിൽ ഇങ്ങനെ വേര് പൊന്തി നിൽക്കാനുള്ള കാരണം. ഓർത്തിരിക്കുക. ശ്വസന വേരുകൾക്ക് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡ് ഉണ്ട് ഇംഗ്ലീഷിൽ. എന്താണ്? വേഗം പറയോ. ന്യൂമാറ്റോഫോസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. PSC ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റിന് ന്യൂമാറ്റോഫോസ് എന്താന്നാ. ശ്വസന വേരുകൾ എല്ലാവരും പഠിച്ചിട്ട് പോയി. ന്യൂമാറ്റോഫോസ് ആർക്കും അറിയില്ല. അപ്പൊ ഈ ന്യൂമോണിയ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോസ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ശ്വസനായിട്ടുള്ള, അതായത് ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖമല്ലേ ന്യൂമോണിയ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തൂടെ? ന്യൂമാറ്റോഫോസ്. ഫോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഷിരം. ന്യൂമാറ്റോ എന്ന് പറഞ്ഞാൽ എന്താ? ശ്വസനമായിട്ട് കണക്ട്. അപ്പൊ ന്യൂമാറ്റോഫോസ് ആണ്. കറക്റ്റ് ആണ് ഷിൽജ. ന്യൂമാറ്റോഫോസ് എന്ന് പറഞ്ഞ എന്താണ്? ശ്വസന വേരുകളാണ്. കണ്ടൽ ചെടികളിലാണ് ഇത് കാണപ്പെടുന്നത്. കിട്ടിയല്ലോ. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ശ്വസന വേരുകൾ? അവർക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഓർത്തിരിക്കുക. സെറ്റ് അല്ലേ? ഇതുവരെ സെറ്റ് ആണോ? ഇനി ഒരു പോയിന്റും കൂടി ഉള്ളൂ. ഇതും കൂടി കഴിഞ്ഞ് നമ്മൾ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്. കിട്ടിയോ? ഇതുവരെ എല്ലാവർക്കും കിട്ടിയോ? എനി ഡൗട്ട്? ചെറിയൊരു ചാപ്റ്റർ ആണ്, എന്നാലും ഇതിന്ന് എത്രയോ ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ടേ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട് ഇല്ലെങ്കിൽ പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലാന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് എന്ത്? നമ്മൾ ആഹാരം. ഇനി അടുത്തത്, ഇതുവരെ നമ്മള് തണ്ട് പറഞ്ഞ് വേരൊക്കെ പറഞ്ഞ് എന്താണ് ഇത്ര നേരമായിട്ട് ആ സസ്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ? ഇത്ര നേരമായില്ലേ? അപ്പൊ എന്താണ്? ഇനി ഇവരെ ആഹാരം എങ്ങനെ സംഭരിക്കുന്നത്, എവിടൊക്കെ സംഭരിച്ചു വെക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇനി പറയുന്നത്. അപ്പൊ ആഹാരം സംഭരിക്കാൻ പല രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. ചിലവരെന്ത് ചെയ്യും? ഇലകളിൽ സംഭരിക്കും. ചില സസ്യങ്ങൾ എന്ത് ചെയ്യും? വേരുകളിൽ സംഭരിക്കും. ചില സസ്യങ്ങൾ തണ്ടുകളിലും സംഭരിക്കും. അങ്ങനെ പല രീതിയിലും സംഭരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവരൊക്കെ എന്ത് ചെയ്യാം? ഓരോ പാത്രത്തിൽ ഇങ്ങെടുത്ത് വെക്കാം അല്ലെ? ഏതൊക്കെ സസ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ അടുത്തേക്കെന്ന് ഓർത്തിക്കുക. അപ്പൊ നമ്മളെ വേരെടുക്കുകയാണ്. അപ്പൊ ഒരു സസ്യം എടുക്കുമ്പം സസ്യത്തിന് ആദ്യം ഒരു വേരുണ്ടാവും, പിന്നെ ഒരു തണ്ടുണ്ടാവും, പിന്നെ ഇലുണ്ടാവും. അപ്പൊ നമ്മൾ താഴോട്ട് മോൾക്ക് ഇങ്ങനെ പോകാട്ടോ. അപ്പൊ ഒരു സസ്യം തന്റെ വേരിലാണ് ആഹാരം സംഭരിച്ചു വെക്കുന്നത് എങ്കിൽ ആ സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സംഭരണ വേരുകൾ. ആ ഒരു ആഹാരം സംഭരിച്ചിട്ടുള്ള ആ ഒരു വേരുകളെ, ആ ഒരു സസ്യത്തെയാണ് നമ്മൾ വിളിക്കുന്നത് സംഭരണ വേരുകൾ. കിട്ടിയോ? സംഭരണ വേരുകൾ. അപ്പൊ വേരുകളിലാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ആഹാരം സംഭരിച്ച് വെക്കുന്നത്. അപ്പൊ അതിനെ വിളിക്കുന്നതാണ് സംഭരണ വേരുകൾ. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഇവരെന്ത് ചെയ്യാണ്? വേരൊക്കെ മോഡല് പോയി. ഇനി നമുക്ക് സ്റ്റെമ്മിലൊന്ന് സംഭരിച്ചു വെക്കുക, അല്ലെങ്കിൽ തണ്ടില് ആഹാരം സംഭരിച്ചു വെക്കുന്നവയാണ് എന്ത് വിളിക്കുന്നത്? പറയൂ. ഭൂഖണ്ഡങ്ങൾ. കിട്ടിയോ? ഭൂഖണ്ഡങ്ങൾ. ഹലോ, എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? എഴുതാണോ? നിങ്ങൾ നോട്ട് ചെയ്താണോ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. നോട്ട് ചെയ്താണെങ്കിൽ നോട്ട് ചെയ്തോളൂ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇവിടെയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പൊ ഭൂഖണ്ഡങ്ങൾ എന്താ മനസ്സിലായി? സംഭരണ വേരുകൾ എന്താ മനസ്സിലായി? കിട്ടിയല്ലോ. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ ഉരുളങ്കിഴങ്ങൊക്കെ എന്താ? ഉരുളങ്കിഴങ്ങ് ഈ എക്സാമ്പിൾ പഠിക്കാൻ എല്ലാവർക്കും ഒരു ഭയങ്കര ടഫാണ്. അത് ഞാൻ പറഞ്ഞുതരാം, ഒരു കോഡ് വെച്ച് പറഞ്ഞുതരാം. ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളെ വേരുണ്ടല്ലോ, വേരായിട്ട് ഇവര് വേരിലായിട്ട് ആഹാരം സംഭരിക്കുക. അത് മാത്രം കണക്ട് ചെയ്താൽ മതി. വേരില് ഭൂഖണ്ഡ ആണ്. വേരിലുണ്ടല്ലോ, വേരിൽ ആഹാരം സംഭരിച്ച പിന്നെ ആ ചെടിക്ക് വളരാൻ കഴിയോ? എന്താ അല്ലെ? വേരിൽ ആഹാരം കൊണ്ടേക്കാനായിട്ട് സംഭരിച്ച് പിന്നെ ഇവർക്ക് വളരാൻ കഴിയോ? ഇല്ല. അങ്ങനെ ആലോചിക്കുക. അപ്പൊ എന്താണ്? വേരിൽ ഒന്നായിട്ട് ആഹാരം സംഭരിച്ച പിന്നെ അവിടെ വേരില്ലല്ലോ. എന്ത് സാധനം വളരണമെങ്കിലും വേര് വേണം. PSCക്ക് നല്ല റാങ്ക് കിട്ടണമെങ്കിൽ വേണം എന്ത് വേണം? വേര് വേണം. വേര് പറഞ്ഞാൽ അടിത്തറ വേണം അല്ലെ?
ഒരടിത്തറ ഉണ്ടെങ്കിൽ വേരുണ്ടെങ്കിലേ മുകളിലോട്ട് പടരാൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്ത് നോക്കി. സംഭരണ വേരുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമ്മളെ മരച്ചീനി, നമ്മളെ പൂള കൊണ്ടുപോയിക്കാണ്ട് പിന്നെ നമ്മൾ കുഴിച്ചിടുവോ? പൂള ഉണ്ടല്ലോ, പൂള, മരച്ചീനി, കപ്പ. കപ്പ എടുത്തിട്ട് നിങ്ങൾ വീണ്ടും നടുവോ? കപ്പന്റെ ഏത് ഭാഗം നമ്മൾ കുഴിച്ചിടാൻ എടുക്കുക? അതിന്റെ സ്റ്റെമ്മാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ അങ്ങനെ ആ ഒരു ഭാഗം ആലോചിക്കുക. ഇത് ചിലവർക്കൊക്കെ നല്ല എപ്പോഴും ഇങ്ങോട്ട് ഡൗട്ട് ചോദിക്കുന്ന, എങ്ങനെ ഇത് പഠിച്ചു വെക്കുക? ഇങ്ങനെ ആലോചിച്ചാൽ മതി. മരച്ചീനി, കപ്പ എടുത്തിട്ട് നമ്മൾ വീണ്ടും പോയിട്ട് എന്ത് ചെയ്യുന്നില്ല? നടുന്നില്ല. കാരണം എന്താ? ഈ കപ്പ എന്ന് പറഞ്ഞ സംഭരണ വേരാ. കാരണം വേരുമലാണ് ഈ ഒന്നായിട്ട് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഫുഡ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി വളരണമെങ്കിൽ ഈ കപ്പ കുഴിച്ചിട്ടിട്ട് കാര്യമില്ല. കാരണം അത് അതിന്റെ വേരാണ്. വേരൊന്നായിട്ട് എന്തായി? ഫുഡായി. അപ്പൊ പിന്നെ അവിടെ വേരില്ലല്ലോ. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക, വേരില്ലാത്തത് അതാണ് സംഭരണ വേര്. കിട്ടിയോ? സംഭരണ വേര് എന്താ മനസ്സിലായോ? അപ്പൊ വേരാണ് ഒന്നായിട്ട് എന്തായിട്ടുള്ളത്? ഫുഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ സംഭരണ വേര് എന്ന് നമ്മൾ വിളിക്കുന്നു. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളെ ഉരുളങ്കിഴങ്ങ് ഉണ്ടല്ലോ, ഉരുളങ്കിഴങ്ങ് നമുക്ക് കുഴിച്ചിട്ടാൽ പിന്നെയും ഉരുളങ്കിഴങ്ങിന്റെ സസ്യം ഉണ്ടാവൂലേ? ഉരുളങ്കിഴങ്ങ് കുഴിച്ചിടലില്ലേ നിങ്ങള്? കാരണം ഉരുളങ്കിഴങ്ങ് നിങ്ങള് വീട്ടിൽ എന്ത് ചെയ്യും? അടുക്കളയിൽ എടുത്തേക്കും. കുറച്ച് കഴിയുമ്പോൾ അതിന്മേൽ ഇങ്ങനെ ഒരു മുളങ്ങ് പൊട്ടി വരും അല്ലെ? കണ്ടണോ എല്ലാരും? മനസ്സിലാവുന്നുണ്ടോ? ഉരുളങ്കിഴങ്ങ്. അപ്പൊ ഉരുളങ്കിഴങ്ങ് എന്താ? മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് വെക്കി. ഉരുളങ്കിഴങ്ങ് കുറച്ചെടുത്ത് വെച്ചാൽ എന്താണ്? അതിന്മേൽ ഇങ്ങനെ ചെറിയൊരു മുള പൊട്ടി വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിന്മേല് വേരുണ്ട് എന്നല്ലേ? വേരുണ്ട്. അപ്പൊ അതെന്തല്ല? സംഭരണ വേരല്ല, അത് ഭൂകാണ്ഡമാണ്. അങ്ങനെ കണക്ട് ചെയ്യാ. അപ്പൊ ഇങ്ങനെ ആലോചിക്കുക, വീണ്ടും വളരുകയാണെങ്കിൽ, അതായത് വീണ്ടും അതിനെ റീജനറേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് എന്ത്? അത് ഭൂകാണ്ഡമായിരിക്കും. ഓർത്തിരിക്കുക, ഒന്നും കൂടി ഓർത്തിരിക്കുക. അതിനെ വീണ്ടും ഇപ്പൊ ഉരുളങ്കിഴങ്ങിനെ എടുത്തിട്ട് നമുക്ക് വീണ്ടും കുഴിച്ചിടാൻ പറ്റും. അതുകൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കുക, ഇതില് വേരുണ്ടാവും. അതുകൊണ്ടാണല്ലോ കുഴിച്ചിടുമ്പോ വീണ്ടും ഇത് വളരുന്നേ. കാരണം എന്ത് സാധനം വളരുകയാണെങ്കിലും അതിനൊരു വേര് വേണമല്ലോ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, അപ്പൊ ഈ ഉരുളങ്കിഴങ്ങ് എന്താണ്? ഭൂകാണ്ഡമാണ്. സംഭരണ വേരല്ല എന്ന് ഓർത്തിരിക്കുക. വേരുണ്ടായതുകൊണ്ട് സംഭരണ വേരല്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ക്യാരറ്റ് കുഴിച്ചിടാൻ പറ്റുമോ? ക്യാരറ്റ് നിങ്ങൾ കുഴിച്ചിട്ടാ വേറെ ക്യാരറ്റിന്റെ ഇതുണ്ടാവോ? നിങ്ങൾ വേഗം പറയും, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ക്യാരറ്റ് വേഗം പറയൂ. ഇല്ലല്ലോ. അപ്പൊ എന്താണ്? അവിടെ വേരില്ല. അപ്പൊ എന്താണ്? സംഭരണ വേരാ. കാരണം ആ ക്യാരറ്റിന്റെ വേരുമ്മലാണ് ഈ ഭക്ഷണം നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ അവിടെ ഒരു വേരില്ല. അതുകൊണ്ട് വളരാൻ കഴിയൂല. അപ്പൊ ക്യാരറ്റ് എന്താണ്? സംഭരണ വേരുകൾക്ക് എക്സാമ്പിൾ ആണ്. ക്യാരറ്റ് വേര് രൂപാന്തരപ്പെട്ടതാണ് ക്യാരറ്റ്. കിട്ടിയോ? പോയിന്റ് കിട്ടിയോ എല്ലാവർക്കും? അതുപോലെ ബീട്രൂട്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടണില്ലേ? ബീട്രൂട്ട് നമ്മൾ വീണ്ടും കുഴിച്ചിടോ? ബീട്രൂട്ട് കുഴിച്ചിടാരെങ്കിലും നിങ്ങളെ വീട്ടിൽ ചെയ്യണ്ടോ? ബീട്രൂട്ട് കുഴിച്ചിട്ട് വേറെ ബീട്രൂട്ട് ഉണ്ടാവോ? വേഗം പറയൂ. അപ്പൊ ബീട്രൂട്ട് എന്താണ്? ഒരു സംഭരണ വേരുകൾക്ക് എക്സാമ്പിൾ ആണ്. ബീട്രൂട്ട് കുഴിച്ചിടൂലല്ലോ. എവിടെ നിങ്ങൾ പോയെല്ലാരും? ഹലോ. ആ ഇല്ല. അതുകൊണ്ട് എന്താണ്? അത് നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്തു. മറ്റിങ്ങള് ഇവിടെ എല്ലാരും ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ മധുരക്കിഴങ്ങ് എന്ത് ചെയ്യൂല? നമ്മൾ വീണ്ടും കുഴിച്ചിടൂല അല്ലെ? മധുരക്കിഴങ്ങും വീണ്ടും കുഴിച്ചിടൂല. അതും എന്താണ്? സംഭരണ വേരുകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ ഞാൻ സംഭരണ വേരുകൾക്ക് എക്സാമ്പിൾ ഒന്നും കൂടി പറഞ്ഞു തരാം. മരച്ചീനിയിലുള്ള പൂള. ആ പൂള നമ്മൾ വീണ്ടും പോയിട്ട് എന്ത് ചെയ്യില്ല? നടുന്നില്ല. കാരണം എന്താ? അവിടെ വേരില്ല. കാരണം ആ വേരാണ് എന്ത്? ഫുഡായിട്ട് മാറിയിട്ടുള്ളത്. അവിടെ ഒരു പുതിയ വേരില്ല. അതുകൊണ്ട് മരച്ചീനി എന്താണ്? സംഭരണ വേരുകൾക്ക് എക്സാമ്പിൾ ആണ്. ക്യാരറ്റും എക്സാമ്പിൾ ആണ്. ബീട്രൂട്ട്, മധുരക്കിഴങ്ങ്. അപ്പൊ അത് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളൊക്കെ എന്താണ്? ബാക്കിയൊക്കെ ഭൂകാണ്ഡങ്ങളാണ്. അതായത് നമ്മളെ കൂർക്ക, കൂവ, പിന്നെ അതേപോലെ എന്താണ്? നമ്മളെ മഞ്ഞള്, ഇഞ്ചി, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളിങ്ങനെ അടുക്കളയിൽ ജംഷിയ മിസ് ഉണ്ടല്ലോ ഇതില്. ജംഷിയ മിസ് എന്ത് ചെയ്യാണ്? അടുക്കളയില് കോഴിക്കറി ഉണ്ടാക്കാൻ പോയപ്പം മഞ്ഞളാന്ന് വെച്ചിട്ട്, ഇഞ്ചിയാണെന്ന് വെച്ചിട്ട് മഞ്ഞൾ എടുത്ത്. അപ്പൊ എന്താണ്? ജംഷിയ മിസ് പറഞ്ഞ് ചേച്ചേ കുക്കു, ചേച്ചേ കുക്കു എന്ന് പറഞ്ഞ അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ എന്താണ്? നമ്മൾ ചിലപ്പോക്കെ ഈ ഇഞ്ചി കണ്ടാൽ, മഞ്ഞൾ കണ്ട ഇഞ്ചിയാന്ന് വിചാരിക്കും. പക്ഷെ അത് പൊട്ടിച്ചു നോക്കുമ്പോഴോ ഇത് മഞ്ഞളാന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാ ട്ടോ. അപ്പൊ അങ്ങനെ കണ്ടിട്ട് നോ ജംഷിയ മിസ് അങ്ങനെ എടുക്കൂലെന്ന്. അപ്പൊ മഞ്ഞള് കണ്ടാല് നമ്മള് ഇഞ്ചിയാന്ന് വെച്ച് എടുക്കും അല്ലെ? അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാട്ടോ. അപ്പൊ മഞ്ഞളും ഇഞ്ചിയും ഒക്കെ എന്താണ്? ഭൂകാണ്ഡങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. അതിലെ ചേ എന്ന് പറഞ്ഞില്ലേ? ചേന, ചേമ്പ്. അത് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞാട്ടോ. ചേന, ചേമ്പ് ഇതൊക്കെ എന്താ? ചേനയും ചേമ്പൊക്കെ എന്താണ്? ഭൂകാണ്ഡങ്ങൾക്ക് എക്സാമ്പിൾ ആണ്.
ചേന, ചേമ്പ് ഭൂഖണ്ഡങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. അതുപോലെ മഞ്ഞള്, ഇഞ്ചി ഇതൊക്കെ എന്താണ് ഭൂഖണ്ഡങ്ങൾക്ക് കുഴിച്ചിട്ടാ മുളക്കുന്നത് ഭൂഖണ്ഡം. അങ്ങനെ തന്നെയാണ് മിസ്സേ. മനസ്സിലായില്ലേ? കുഴിച്ചിട്ടാ മുളക്കുന്നത് എന്താണ് ഭൂഖണ്ഡാണ്, മുളക്കാത്തത് എന്താണ് നമ്മളെ സംഭരണം വരും. അങ്ങനെ ഒരൊറ്റ ഇതിലായിട്ട് പഠിച്ചേക്കുക കേട്ടോ. സംഭരണം വരും. സെറ്റ് അല്ല? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണ് എല്ലാവർക്കും. പിന്നെ കൂവ കൂർക്ക പറഞ്ഞില്ലേ ഞാന്, കൂവ കൂർക്ക കൂവ കൂർക്ക അതേപോലെ തന്നെ എന്താണ് നമ്മളെ മഞ്ഞള്, ഇഞ്ചി അതൊക്കെ എന്താണ് വേഗം പറയൂ. കൂവ കൂർക്ക മഞ്ഞള് ഇഞ്ചി. കൂവ കൂർക്ക മഞ്ഞള് ഇഞ്ചി. കൂവ കൂർക്ക മഞ്ഞള് ഇഞ്ചി എന്താണ് ഭൂഖണ്ഡമാണ്. ചേന ചേമ്പോ? ചേന ചേമ്പ് ഏതാ? സംഭരണ വേരാണ്. കാരണം ചേനയും ചേമ്പും നമുക്ക് കുഴിച്ചിട്ട് പിന്നെ ഉണ്ടാവോ? ഇല്ലല്ലോ. ചേന ചേമ്പ് കുഴിച്ചിട്ട് പിന്നെ ഉണ്ടാവില്ലല്ലോ. ചേനയും ചേമ്പ് കുഴിച്ചിട്ട് പിന്നെ ഉണ്ടാവോ? ഉണ്ടാവും. സോറി എനിക്കെന്നെ മാറിയാ. ഉണ്ടാവും. അതുകൊണ്ട് എന്താണ് സ്റ്റെമ്മാണ്. ഭൂഖണ്ഡം ട്ടോ. എനിക്ക് മാറിയതാണ്. സോറി. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു. അച്ചേ കുക്കു എന്ന് പറഞ്ഞില്ലേ, അതിലെന്നെ കണക്ട് ചെയ്യാം കേട്ടോ. അതിൽ നമ്മൾ മഞ്ഞളിന്റെ ഇഞ്ചിയാണെന്ന് വിചാരിച്ചില്ലേ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ചെച്ചേ കുക്കു എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതിലെന്താണ് ചേനയും ചേമ്പുണ്ട്. ചേനയും ചേമ്പും കുഴിച്ചിട്ട് ഉണ്ടാവൂലേ? ചേനമ്മലൊക്കെ കാണില്ലേ, ചേനന്റെ ഇതുമലൊക്കെ ചെറിയൊരു മുളക് പൊട്ടുന്ന കാണില്ലേ? ഉണ്ടാവലുണ്ട്. അപ്പൊ എന്താണ് കുഴിച്ചിട്ടാ ഉണ്ടാവുകയാണെങ്കിൽ അതെന്താണ്? അത് ഭൂഖണ്ഡാണ്, അല്ലെങ്കിൽ അത് സംഭരണ വേല. അപ്പൊ ചേന ചേമ്പ് കുഴിച്ചിട്ടാ ഉണ്ടാവും. എനിക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോ മാറിയാ, നേരത്തെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ചേന ചേമ്പ് എന്താണ് സ്റ്റെമ്മിന് ഉദാഹരണം കേട്ടോ, ഭൂഖണ്ഡങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആയിരിക്കുന്നു. ബാങ്ക് കൊടുക്കുന്നുണ്ട്. അതോടെ നമ്മളെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തൊരു ചെറിയൊരു പോയിന്റും കൂടും, ജൈവ വൈവിധ്യ രജിസ്റ്റർ. ഈ ജൈവ വൈവിധ്യ രജിസ്റ്റർ എന്ന് പറയുന്നത് എന്താ? നമ്മളെ ഈ ഗ്രാമപഞ്ചായത്ത്, അതേപോലെ നമ്മളെ ബ്ലോക്ക് പഞ്ചായത്ത്, ഇവിടെ ഒക്കെ എന്തുണ്ട്, നമ്മളെ നാട്ടിലുള്ള നമ്മളെ പ്രദേശങ്ങളിലുള്ള സസ്യങ്ങളെ പറ്റി ശേഖരിച്ച് എഴുതി വെച്ചിട്ടുള്ള ബുക്കിനെയാണ് എന്ത് പറയുന്നത്? ജൈവ വൈവിധ്യ രജിസ്റ്റർ. നമ്മളെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. SCERT ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിലൊക്കെ ഉള്ള ഓഫീസിൽ നമ്മളെ അടുത്തുള്ള സസ്യങ്ങളെ കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുള്ള ബുക്കാണ് ഏത്? ജൈവ വൈവിധ്യ രജിസ്റ്റർ, ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. അന്ന് ഓർത്തിരിക്കുക. അതൊരു എക്സ്ട്രാ പോയിന്റ് ആണേ. ഇതുവരെയുള്ള കിട്ടിയല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ചാപ്റ്റർ. അപ്പൊ ഇതിന്റെ എക്സാം, ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എക്സാം ഞങ്ങൾക്ക് ഇപ്പം വിട്ടുതരും. നിങ്ങൾ എല്ലാവരും ചെയ്യുക. ലൈവ് എക്സാം എന്നുള്ള ഒരു ഫോൾഡറിൽ. എല്ലാവരും സെറ്റിൽ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒക്കെ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ക്ലാസ് ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ പോരായ്മകൾ എന്തുണ്ടെങ്കിലും പറയാട്ടോ. എനിക്ക് നേരിട്ടോ ഗ്രൂപ്പിലൊക്കെ പറയാം. താങ്ക് യു. ഇനി